അധ്യാത്മരാമായണം സുന്ദരകാണ്ഡത്തിലെ രാവണന്റെ ഇച്ഛാഭംഗം എന്നുള്ള ആ ഘട്ടത്തിലെ സുരധനുജതിജഭുജഗാപ്സരോ ഗന്ധർവസുന്ദരീ വർഗം നിനക്കു വശഗതം അതുവരെ എടുത്തു. അടുത്തത് തുടർന്ന് വായിക്കാം നമുക്ക്. ദശമുഖനുമധിക ജലനാശുമണ്ഡോദരീദാക്ഷിണ്യവാക്കുകൾ കേട്ടു സലജ്ജനായി നിശിചരികളോടു സദയമവനുമുര ചെയ്തിതു നിങ്ങൾ പറഞ്ഞു വശത്തു വരുത്തുവിൻ. ദശമുഖനുമധിക ജലനാശുമണ്ഡോദരീദാക്ഷിണ്യവാക്കുകൾ കേട്ടു സലജ്ജനായി നിശിചരികളോടു സദയം അവനൂര ചെയ്തിതു നിങ്ങൾ പറഞ്ഞു വശത്തു വരുത്തുവിൻ. സീതാദേവിയുടെ വാക്കുകൾ കേട്ട് ക്രുദ്ധനായി രാവണൻ വാളെടുത്ത് അവളെ വധിക്കാൻ ഒരുമ്പെട്ട സമയത്ത് മണ്ഡോദരി തടുത്ത് സാന്ത്വന വാക്കുകൾ ചൊല്ലി തൽക്കാലം രാവണൻ ഒന്ന് അടങ്ങി. ഇത് ഭാര്യയാണ് വന്ന് തടുത്ത് തനിക്കിങ്ങനെ ഉപദേശമൊക്കെ തന്നതെന്ന് കണ്ടപ്പോൾ കുറച്ചൊരു ജാള്യത വന്നു അദ്ദേഹത്തിന്. ദശമുഖനും അധിക ജലൻ, വല്ലാതൊരു ജാള്യം എന്ന് പറയില്ലേ നമ്മള്, അത് ഉണ്ടായി എന്നുള്ളത് സൂചിപ്പിച്ചുകൊണ്ട് പറയാണ്. അധിക ജലൻ ആശു, പെട്ടെന്ന് തന്നെ മണ്ഡോദരി ദാക്ഷിണ്യ വാക്കുകൾ കേട്ട്, മണ്ഡോദരി പറഞ്ഞ ഈ സാന്ത്വനമായിട്ടുള്ള വാക്കുകൾ അത് കേട്ടപ്പോൾ സലജ്ജനായി, ആകെ നാണക്കേടായി. ഇത് സീതയോട് ഇങ്ങനെയൊക്കെ കിഴിഞ്ഞ് അപേക്ഷിച്ച സമയത്ത് അവളിങ്ങനെ വളരെ അലക്ഷ്യപ്പെടുത്തി തന്നെ ഒരു നിന്ദിച്ചുകൊണ്ടും ഒരു ഇതില്ലാതെ കണ്ട് ഇങ്ങോട്ട് സംസാരിക്കുകയും ചെയ്തു. അത് കേട്ട് താൻ കോപിച്ച വാളെടുത്ത് അവളെ വട്ടാൻ പോയി. സ്ത്രീവധത്തിനെ കുരുങ്ങി ആകെപ്പാടെ മൊത്തം എല്ലാം കൂടി ഒരു ജാള്യതയ്ക്കുള്ള സകല വകുപ്പുകളും ഉണ്ട് അവിടെ. അതിന് ഉദ്ദേശിച്ചിട്ട് പറയാണ്, ദശമുഖനും അധിക ജലൻ ആശു മണ്ഡോദരീ ദാക്ഷിണ്യ വാക്കുകൾ കേട്ട് സലജ്ജനായി നിശിചരികളോട് ആകുന്നടങ്ങി ഒരു 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 ശാന്തഭാവത്തിലേക്ക് വന്നു തരാം. എന്നിട്ട് നിശിചരികളോട്, സീതയ്ക്ക് കാവലിരിക്കുന്ന നിശിചരികൾ രാക്ഷസ സ്ത്രീകളോട് സദയം അവൻ ഉര ചെയ്തു. അവരോട് വളരെ സൗമ്യമായിട്ട് സദയം അവൻ ഉര ചെയ്തു. ആ കോപഭാവങ്ങളൊക്കെ അടക്കി. രാജ്യം ഭരിക്കുന്ന ആൾക്ക് ഇത് വേണം, രാജാവായിട്ടിരിക്കുന്ന ആൾക്ക് ഇതുപോലത്തെ ടെക്നിക്കുകളൊക്കെ കയ്യിലുണ്ടാവണം. എന്തായാലും ക്രോധം വന്നോന്നുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് വേണ്ട അവിടെ എന്താണോ ആവശ്യം ആ ഭാവത്തിലേക്ക് മാറാൻ, പുറമേക്കെങ്കിലും അങ്ങനെ മാറാനുള്ളൊരു കഴിവ് വേണം ഭരണാധികാരിക്ക്. സദയം അവരോട് വളരെ ദയവോടുകൂടി പറഞ്ഞു. നിശിചരികളോട് സദയം അവനും ഉര ചെയ്തിതു പറഞ്ഞു. അവനും ഉര ചെയ്തിതു. എന്താ പറഞ്ഞതെന്നാണെങ്കിൽ, നിങ്ങൾ പറഞ്ഞ് വശത്തു വരുത്തുക. സീതയെ നല്ല വാക്കുകൾ പറഞ്ഞ് നിങ്ങൾ വശത്തു വരുത്തണം, എനിക്ക് അധീനയാക്കി മാറ്റണം, അവളുടെ മനസ്സ് മാറ്റണം. നിങ്ങൾ പറഞ്ഞ് വശത്തു വരുത്തുവിൻ. ഞാൻ ഇത്ര നേരം പറഞ്ഞ് ഇതൊന്നും ഒരു മാറ്റം ഉണ്ടായില്ല, അപ്പം നിങ്ങൾ വേണം ഇനി ചെയ്യാനായിട്ട് എന്നുള്ള ഭാവത്തിലാണ് പറയുന്നത്. നിങ്ങൾ പറഞ്ഞു വശത്തു വരുത്തുവിൻ പറഞ്ഞ് അവരോട് ആവശ്യപ്പെടുന്നവരോട്. ദശമുഖനും അധിക ജലൻ ആശു മണ്ഡോദരീ ദാക്ഷിണ്യ വാക്കുകൾ കേട്ട് സലജ്ജനായി നിശിചരികളോട് സദയം അവനും ഉര ചെയ്തിതു നിങ്ങൾ പറഞ്ഞു വശത്തു വരുത്തുവിൻ. ദശമുഖനും അധിക ജലനാശു മണ്ഡോദരീ ദാക്ഷിണ്യ വാക്കുകൾ കേട്ടു സലജ്ജനായി നിശിചരികളോടു സദയം അവനൂര ചെയ്തിതു നിങ്ങൾ പറഞ്ഞു വശത്തു വരുത്തുവിൻ. ഭയജനക വചനമനുസരണ വചനങ്ങളും ഭാവവികാരങ്ങൾ കൊണ്ടും ബഹുവിധം അവനി മകളകതളിരടിച്ചെങ്കലാക്കുവിൻ അമ്പോടു 2 മാസം പാർപ്പനിന്നിയും. ഭയജനക വചനമനുസരണ വചനങ്ങളും ഭാവവികാരങ്ങൾ കൊണ്ടും ബഹുവിധം അവനി മകളകതളിരടിച്ചെങ്കലാക്കുവീനമ്പോടു 2 മാസം പാർപ്പനിന്നിയും. ഭയജനക വചനം
അനുസരണ വചനങ്ങളും ഭാവവികാരങ്ങൾ കൊണ്ടും ബഹുവിധം അവനി മകളകതളിര്, രണ്ടു വാക്ക് ചേർത്തിട്ട് ഒറ്റ വാക്കാണ്. അവനി മകൾ, കുറെ വാക്കുകൾ. അവനി മകൾ അകതളിര് അഴിച്ച് എങ്കൽ ആക്കുവിൻ അമ്പോട് 2 മാസം പാർപ്പൻ ഇന്നിയും. നിങ്ങൾ എന്തൊക്കെ രീതികൾ വേണമെങ്കിൽ അവലംബിച്ചോളൂ. ഭയജനക വചനമായിക്കോട്ടെ, പേടിപ്പിടിച്ചിട്ടാണെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല. ഭയജനകം, ഭയമുണ്ടാക്കുന്നതായ വചനം, ഭയത്തെ ജനിപ്പിക്കുന്ന വചനം, ഭയജനക വചനം അല്ല. ഇനി അനുസരണ വചനങ്ങൾ, അവളുടെ മൂട് കറിഞ്ഞ് ഒരു വിധത്തിൽ അവളെ പാകപ്പെടുത്തി എടുക്കാൻ പാകത്തിലുള്ള അനുസരണ വചനങ്ങളും, പിന്നെ ഭാവവികാരങ്ങൾ, ചില മുഖഭാവങ്ങൾ, ബോഡി ലാംഗ്വേജ് എന്ന് പറയും ഇപ്പോഴത്തെ ഭാഷയിൽ. ഇപ്പോഴത്തെ ആളുകൾക്ക് പ്രിയപ്പെട്ടൊരു വാക്കാണ് ബോഡി ലാംഗ്വേജ്. അതുകൊണ്ട് ഭാവവികാരങ്ങൾ കൊണ്ടും ബഹുവിധം, പല വിധത്തിൽ, എങ്ങനെയാണെങ്കിലും വേണ്ടില്ല, പല വിധത്തിൽ ശ്രമിക്കാം. ഒരു രീതി ഫലപ്രദമായില്ല എന്ന് കണ്ടെങ്കിൽ അടുത്ത രീതിയിലേക്ക് മാറണം. ഭയപ്പെടുത്തി നോക്കിയാൽ അനുസരിക്കും ചിലപ്പോൾ, അതുണ്ടായില്ല എന്ന് വെച്ചാൽ അനുസരണ വചനം, നല്ല വാക്ക് പറഞ്ഞ് അങ്ങനെ ഇതാക്കുക. പിന്നെ ഭാവവികാരങ്ങൾ കൊണ്ട് ഇങ്ങനെ പല വിധത്തിലും ബഹുവിധം, അങ്ങനെ പല വിധത്തിലും അവനിമകൾ അകതളിര്, അവനിമകൾ ഭൂമിദേവിയുടെ പുത്രിയായ സീത, അവളുടെ അകതളിര് മനസ്സെന്നർത്ഥം. അവനിമകളുടെ അകതളിര് അഴിച്ച്, അഴിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സോളിഡിറ്റി മാറി അതിൻ്റെ ആ കെട്ടൊന്ന് പൊട്ടിച്ച്, അഴിച്ച് എന്ന് പറഞ്ഞാൽ ഒരു പാകപ്പെടുത്തിയെടുക്കൽ എന്നുള്ള അർത്ഥത്തിലാണ് അഴിച്ച് എന്നുള്ള വാക്ക് പറഞ്ഞിരിക്കുന്നത്. മനസ്സ് മാറ്റിയിട്ട് എന്നൊക്കെ ഒരർത്ഥം. അഴിക്കുക എന്ന് വെച്ചാൽ അലിയിച്ച് എന്നർത്ഥം പറഞ്ഞിരിക്കുന്നു ഇവിടെ. അഴിച്ച് എന്നുള്ളതിന് മനസ്സലിയിച്ച് എന്നൊരാള് എൻ്റെ കയ്യിലുള്ള പുസ്തകത്തിൽ അർത്ഥം എഴുതിയിട്ടുള്ളത്. മനസ്സലിയിച്ച്, അഴിച്ച്, രണ്ടർത്ഥമാണ് അതിന് സുഖം. അഴിക്കുക, നശിപ്പിക്കുക എന്നൊരർത്ഥമുണ്ട്. മറ്റൊരർത്ഥം ഈ കെട്ടുപെട്ട് കിടക്കുന്നതിനെ അഴിച്ച് ഇതാക്കുക. എന്തായാലും അവളുടെ മനസ്സ് മാറ്റിയിട്ട് അർത്ഥം പറയാം. അവനി മകളകതളിൽ അഴിച്ച് എങ്കൽ ആക്കുവിൻ, അത് എങ്കൽ എന്നുള്ള വാക്കിന് എന്നിൽ എന്നുള്ള അർത്ഥം. എങ്കൽ, എങ്കൽ, നിങ്കൽ, ഈ കൽ എന്നുള്ളൊരു വാക്ക് പഠിക്കൽ എന്നൊക്കെ പറയാറില്ല. പടി, ഗേറ്റിൽ എന്നുള്ള അർത്ഥത്തിൽ പഠിക്കൽ. അപ്പോൾ കല്ല് എന്നുള്ളത് അവിടെ ഈ സപ്തമി വിഭക്തിയുടെ അതുപോലത്തെ ഒരു ഇതാണ് അവിടെ. മലയാളത്തിലുള്ള പ്രത്യയമാണത്, വിഭക്തി പ്രത്യയമാണ് കൽ. അമ്പലത്തിങ്കൽ, അതുപോലെ ഇങ്കൽ, കൽ എന്നൊക്കെ പറയും ഇതനുസരിച്ച്. അപ്പോൾ അവിടെ എങ്കൽ, ഞാൻ എന്നുള്ളതിൻ്റെ ഇത് ഷഷ്ഠി വിഭക്തി എടുത്ത് കൽ പ്രത്യേകം ചേർത്ത് എങ്കൽ, എന്നിൽ എന്ന് പറയും. എങ്കൽ ആക്കുവിൻ, എന്നിലാക്കി മാറ്റണം. അവളുടെ മനസ്സ് എന്നിലേക്ക് അടുപ്പിക്കണം എന്നർത്ഥം. അവൾക്ക് എന്നോട് പ്രതിപത്തി ഉണ്ടാകത്തക്ക വിധത്തിൽ നിങ്ങൾ എന്തു വേണമെങ്കിൽ ചെയ്തോളൂ. അമ്പോട്, ഈ അമ്പോട് എന്നുള്ളതിന് പ്രത്യേകിച്ച് ഒരർത്ഥമൊന്നുമില്ല. അമ്പോട് 2 മാസം പാർപ്പൻ ഇനിയും, 2 മാസം, ഇനി 2 മാസം പാർപ്പൻ എന്ന് പറഞ്ഞാൽ ഞാൻ കാത്തിരിക്കും. പാർക്കുക എന്ന് പറഞ്ഞാൽ താമസിക്കുക എന്നൊരർത്ഥമുണ്ട് അല്ലേ. പാർപ്പൻ, നോക്കുക എന്നൊരർത്ഥമുണ്ട്. പാർപ്പൻ, ഞാൻ നോക്കാം, 2 മാസം നോക്കും ഞാൻ എന്ന് പറയില്ലേ നമ്മളെ. 2 മാസം നോക്കാം എന്നൊക്കെ പറയില്ലേ, ആ അർത്ഥത്തിൽ 2 മാസം പാർപ്പൻ, അവിടെ നോക്കുക എന്നൊരർത്ഥത്തിൽ എടുക്കേണ്ടി വരും. അവിടെ പാർപ്പൻ ഇനിയും ഒരു 2 മാസം കൂടി അവധി കൊടുക്കാം നമുക്ക്. ആ സമയം കൊണ്ട് അവൾ നമ്മുടെ ഭാഗത്തിലേക്ക്, എൻ്റെ വശത്താവണം എന്ന് പറയണം. പാർക്കുക. ഇതിന് മുൻപത്തെ ക്ലാസ്സിലൊരു 2 വരി അർത്ഥം പറയാനായിട്ട് രാവണൻ്റെ പുറപ്പാട് എന്നുള്ള ഭാഗത്തിൽ പരമഗതി വരൂപതിനു പരമൊരുപദേശമാം ബന്ധാവിതു മമ പാർക്കയില്ലേതുമേ എന്നൊരു ഭാഗത്ത് അർത്ഥം എനിക്ക് സ്പഷ്ടമായില്ല എന്നന്ന് പറഞ്ഞു ഞാൻ. പരമഗതി വരൂപതിനു, രാവണന്റെ പുറപ്പാട് എന്നുള്ള ഭാഗത്തിലാണത്. മമ പരമഗതി വരൂപതിനു പരമൊരു ഉപദേശമാം ബന്ധാവിത് മമ പാർക്കയില്ലേതുമേ, പാർക്ക ഇല്ല ഏതുമേ. പാർക്ക എന്ന് പറഞ്ഞാൽ വസിക്കൽ എന്നുള്ള അർത്ഥത്തിൽ പാർക്ക. പാർക്കുക എന്ന് പറഞ്ഞാൽ താമസിക്കുക എന്നർത്ഥമുണ്ടല്ലോ, അതിൻ്റെ നാമപദമാണ് പാർക്ക. വസിക്കൽ ഇല്ല ഏതുമേ. ഇനി അധികകാലം എനിക്ക് ഭൂമിയിൽ വാസം എന്നുള്ളത്
ഇല്ല എന്നുള്ളതിനെ ഉദ്ദേശിച്ചിട്ടാണ് ഇവിടെ പാർക്കയില്ല ഏതുമേ. എനിക്ക് ഏതായാലും പരമഗിരി വരുവതിന് പരമൊരു ഉപദേശമാം പന്ഥാവ് ഇത് ഈ ശരിയായിട്ടുള്ള വഴി ഇതാണ് എന്ന് പറയുന്നു. ഇത് രാമശരമെനിക്കേറ്റ് രണശിരസി സുഖമരണം അതിനിശ്ചിതമായുള്ള രാമശരമേറ്റ് എനിക്കും വരും ദൃഢം എന്നർത്ഥം പറഞ്ഞു. അത് പരമഗിരി വരുവതിന് ഇങ്ങനെ രാമശരം കൊണ്ട് മരിക്കലാണ് നല്ല വഴി, പന്ഥാവ് നല്ലത് എന്ന്. പിന്നെ മമ പാർക്ക ഇല്ല ഏതുമേ, എനിക്ക് പാർക്ക എന്ന് പറഞ്ഞാൽ ഇരിക്കൽ, ഇവിടെ വസിക്കൽ എന്നുള്ളത് ഇല്ല. ഇനി ഇവിടെ ദീർഘകാലം എനിക്ക് വസിക്കേണ്ടി വരില്ല എന്നുള്ള ഭാവത്തിലാണ് അവിടെ പറഞ്ഞത്. പന്ഥാവി മമ പാർക്ക ഇല്ല ഏതുമേ. ഇവിടെ പാർപ്പൻ എന്ന് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നതാണത്, പാർപ്പൻ. ഇവിടെ പാർപ്പൻ എന്ന് പറഞ്ഞാൽ തമിഴിലത്തെ പാർവൈ പാരുക്കൽ എന്ന് പറഞ്ഞൊരു ഇതുണ്ടല്ലേ, അതിൻ്റെ ഇതാണത് പാർപ്പൻ. ഞാൻ നോക്കും എന്നർത്ഥം. 2 മാസം പാർപ്പൻ ഇനിയും, 2 മാസം നോക്കും ഞാൻ, അതുവരെ കാത്തിരിക്കും എന്നർത്ഥത്തിൽ വായിക്കുക. ഭയജനകവചനം ഭയജനകവചനമനുസരണവചനങ്ങളും ഭാവവികാരങ്ങൾ കൊണ്ടും ബഹുവിധം അവനിമകളക തളിരഴിച്ചെങ്കലാക്കുവീനമ്പോടു 2 മാസം പാർപ്പനിന്നിയും. ഇതിരജനിചരികളൊടു ദശവദനനും പറഞ്ഞീർഷയോടന്തപ്പുരം ബുക്കുമേരിനാൻ. ഇതിരജനിചരികളൊടു ദശവദനനും പറഞ്ഞീർഷയോടന്തപ്പുരം പുക്കുമേവിനാൻ. ഇതി രജനിചരികളോട് ദശവദനനും പറഞ്ഞ് ഈർഷയോടെ അന്തഃപുരം പുക്ക് മേവിനാൻ. രജനിചരികൾ രാക്ഷസികളോട് ദശവദനൻ രാവണൻ ഇങ്ങനെ പറഞ്ഞ് ഈർഷയോടെ മനസ്സിൽ ഒരു ഇതോടുകൂടി അന്തഃപുരത്തിൽ പോയി അവിടെ പിന്നെയുള്ള സമയം അവിടെ ആയിരുന്നു. പുക്ക് മേവിനാൻ എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്തു, അവിടെ ഇരുന്നു. അന്തഃപുരം പുക്ക് എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചിട്ട്, അന്തഃപുരത്തെ പ്രവേശിച്ച് അവിടെ ഇരുന്നു. ഇതിരജനിചരികളോടു ദശവദനനും പറഞ്ഞീർഷയോടന്തപ്പുരം പുക്കുമേവിനാൻ. അതികഠിന പരുഷതര വചന ശരമേൽക്കയാൽ ആത്മാവു ഭേദിച്ചിരുന്നിതു സീതയും അനുചിതമലമടങ്ങുവിൻ നിങ്ങളെന്നപ്പോൾ ത്രിജടയുമാശു ചൊല്ലിയിടിനാൾ. അതികഠിന പരുഷതര വചന ശരമേൽക്കയാൽ ആത്മാവു ഭേദിച്ചിരുന്നതു സീതയും അനുചിതമിതലമലമടങ്ങുമിൻ നിങ്ങളെന്നപ്പോൾ ത്രിജടയുമാശു ചൊല്ലിയിടിനാൾ. അതികഠിന പരുഷതര വചന ശരമേൽക്കയാൽ, അതികഠിന പരുഷതര വചന ശരമേൽക്കയാൽ ആത്മാവു ഭേദിച്ച് ഇരുന്നിതു സീതയും. അനുചിതം ഇത് അലം അടങ്ങുവിൻ നിങ്ങൾ എന്ന് അപ്പോൾ ത്രിജടയും ആശു ചൊല്ലിയിടിനാൾ. ഇങ്ങനെ രാക്ഷസികൾ രാവണന്റെ വാക്കനുസരിച്ച് ഭയജനകവചനം, അതാണല്ലോ രാവണൻ ആദ്യം പറഞ്ഞത്, പിന്നെ അനുസരണ വചനങ്ങൾ എന്ന് പറഞ്ഞു. ഇവിടെ രാക്ഷസികൾ തുടക്കം തന്നെ അതികഠിന പരുഷതര വചനം, ആ പ്രയോഗമാണ് ഉണ്ടായത്. അതികഠിനം പരുഷതരമായ വചനങ്ങളാകുന്ന ശരങ്ങൾ ഏൽക്കയാൽ, രാക്ഷസിമാരുടെ ഈ ഭീഷണികളും തർജ്ജനം ഇതൊക്കെ ഏൽക്കയാൽ, അത് ശരം പോലെ സീതാദേവിയുടെ മനസ്സിന് നോവിച്ചു എന്ന് പറയുന്നു ഇവിടെ. അതികഠിന പരുഷതര വചന ശരമേൽക്കയാൽ ആത്മാവ് എന്നുള്ള വാക്കിന് ഇവിടെ മനസ്സെന്നർത്ഥം. ആത്മാവ് ഇവിടെ മനസ്സാണ്. ആത്മാവ് ഭേദിച്ച്, മനസ്സ് പിളർന്നുപോയി, മനസ്സ് ഉളിപ്പെട്ട് എന്നൊക്കെ അർത്ഥം വരും ഇവിടെ. പിളർന്ന പോലെയായി. അതികഠിന പരുഷതര വചനമേൽക്കയാൽ ആത്മാവ് ഭേദിച്ച് അങ്ങനെ ഇരുന്നിതു. അങ്ങനെ ചുമ്മാ അങ്ങോട്ട് ഇരുന്നു. അവിടെ ഒന്നും ചെയ്യാനില്ലല്ലോ, ഇവർ പറയുന്ന വാക്കുകൾ ഇങ്ങനെ കേൾക്കാം, ഇവരോട് മറുപടി പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പം അങ്ങനെ ആ മനസ്സ് വിഷമിച്ചുകൊണ്ട് ദേവി അവിടെ ഇരിപ്പായി, മിണ്ടാണ്ട് ഇരിപ്പായി ആണ്
ആ 2 വരിയിൽ പറയുന്നത്. അതികഠിന പരുഷതര വചനശരമേൽക്കയാൽ ആത്മാവു ഭേദിച്ചിരുന്നിതു സീതയും. പിന്നെ ആ സമയത്ത് ത്രിജട എന്നു പേരായ ഒരു രാക്ഷസി ഈ നിശാചരികളുടെ കൂട്ടത്തിലുണ്ട്. വിഭീഷണന്റെ മകളാണത്രേ. അവള് ഇവരെ തടഞ്ഞുകൊണ്ട് പറയുന്നു, അനുചിതം ഇത്, നിങ്ങൾ ഇങ്ങനെ സീതയെ ഭീഷണിപ്പെടുത്തുന്നതൊന്നും ശരിയല്ല, അവളോട് പരുഷവാക്കുകൾ പറയുന്നതൊന്നും ശരിയല്ല. അനുചിതം ഇത്. അലം 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 മതി 2 തവണ പറയുന്നു. അലം ഇത്. ഈ തർജനം, ഈ ഭീഷണിപ്പെടുത്തലും അവളെ മനസ്സ് മുറിവേൽപ്പിക്കലുമെല്ലാം മതി. അലം ഇത്, അനുചിതം ഇത് ഉചിതമല്ല നിങ്ങൾക്ക്. അവളും ഒരു സ്ത്രീയല്ലേ, ഇങ്ങനെ ഭർത്താവിനെ പിരിഞ്ഞുവിടെ വന്നിരിക്കുന്ന, അങ്ങനെ മനസ്സ് വിഷമിച്ചിരിക്കുന്ന അവളുടെ നേരെ ഇനിയും വാക്ശരങ്ങൾ പ്രയോഗിക്കുന്നത് അനുചിതം ഇത്. അലം അടങ്ങുവിൻ, നിങ്ങൾ അടങ്ങുവിൻ, മതിയാക്കി നിങ്ങൾ എന്ന് പറഞ്ഞ അവളെ തടഞ്ഞു നിർത്തുകയാണ് മറ്റുള്ള രാക്ഷസിമാര്, ത്രിജട എന്ന് അപ്പോൾ ത്രിജടയും ആശു ചൊല്ലിയിടിനാൾ. വായിക്കും. അതികഠിന പരുഷതര വചന ശരമേൽക്കയാൽ ആത്മാവു ഭേദിച്ചിരുന്നിതു സീതയും. അനുചിതമിതലമലമടങ്ങുവിൻ നിങ്ങളെന്നപ്പോൾ ത്രിജടയുമാശു ചൊല്ലിയിടിനാൾ. ശൃണുവചനമിതു മമ നിശാചര സ്ത്രീകളെ ശീലാവതീയെ നമസ്കരിച്ചിടുവിൻ. സുഖരഹിത ഹൃദയമൊടുറങ്ങിനേനൊട്ടു ഞാൻ സ്വപ്നമാഹന്ത കണ്ടേരിതാനീം ദൃഢം. ശൃണുവചനമിതു മമ നിശാചര സ്ത്രീകളെ ശീലാവതിയെ നമസ്കരിച്ചിടുവിൻ. സുഖരഹിത ഹൃദയമൊടുറങ്ങിനേനൊട്ടു ഞാൻ സ്വപ്നമാഹന്ത കണ്ടേനിതാനീം ദൃഢം. ശൃണുവചനം ഇതു മമ നിശാചര സ്ത്രീകളെ ശീലവതിയെ നമസ്കരിച്ചിടുവൻ. ശീലാവതി വേണ്ട, അതിന് ശീലവതി എന്നാണ് നല്ലത്. ശീലവതി ചൊല്ലി വരുമ്പോൾ ശീലാവതി എന്ന് പറഞ്ഞാൽ വൃത്തം ശരിയാവുള്ളൂ. ശീലാവതി എന്നുള്ളത് ഒരു സ്ത്രീയുടെ പ്രസിദ്ധമായിട്ടൊരു പുരാണ പ്രസിദ്ധമായിട്ടൊരു സ്ത്രീയുടെ പേരായിട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ശീലാവതി, അത് ശീലവതിയാണ് ശരി. സാധാരണ നമ്മൾ പരിചയമുള്ള രീതിയിലുള്ള വ്യാകരണ രീതിയിലുള്ള പദം അതാണ്. ശീലം ഉള്ളവൾ, നല്ല ശീലമുള്ളവൾ, സദാചാര ശീലമുള്ളവൾ, പാതിവ്രത്യമുള്ളവൾ എന്നൊക്കെ അർത്ഥത്തിൽ ശീലവതി എന്നാണ് സാധാരണ പറയാം. ശീലാവതി നീട്ടി പറയുന്നത് അത് സ്ത്രീയുടെ പേരായിട്ട് വരുമ്പോഴാണ് സാധാരണ അങ്ങനെയൊക്കെ പറയും. വിശ്വാമിത്രൻ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണ്. അതുപോലെ ഒരാളുടെ പേര് വരുമ്പോഴാണത്. വിശ്വത്തിന് മിത്രനായിട്ടുള്ളവൻ, വിശ്വത്തിന് മിത്രമായിട്ടുള്ളവൻ എന്ന് പറയുകയാണെങ്കിൽ വിശ്വമിത്രൻ എന്നാണ് പറയേണ്ടത്. പക്ഷേ ഇതൊരു ഋഷിയുടെ പേരായിട്ട് വരുന്ന സമയത്ത് അതേ അർത്ഥത്തിൽ വിശ്വാമിത്രൻ എന്ന് പറയാറുണ്ട്. അതുപോലെയാണ് ശീലാവതി എന്നുള്ള വാക്കും തോന്നുന്നു എനിക്ക്. അത്രയ്ക്ക് വ്യാകരണം അത്രയ്ക്കൊക്കെ അറിയുള്ളൂ. എന്നാലും ശീലാവതിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തം ഏതാണ്ട് തന്നെയാണ് വരിക. ശരി. ശൃണുവചനമിതു മമ നിശാചര സ്ത്രീകളെ ശീലവതിയെ, ഈ പാതിവ്രത്യമുള്ള ഈ സീതാദേവിയെ നമസ്കരിച്ചിടുവിൻ. നമസ്കരിക്കാണ് വേണ്ടത്. നിങ്ങൾ അവരെ ഭീഷണിപ്പെടുത്തി ഓരോ ചീത്തവാക്കുകളൊക്കെ പറഞ്ഞ് അവളെങ്ങനെ വിഷമിപ്പിക്കുകയല്ല വേണ്ടത്. വാസ്തവത്തിൽ അവളെ നമസ്കരിക്കാൻ പോകുന്നവളാണ്. നമ്മളൊക്കെ നമസ്കരിക്കേണ്ടതാണ് അവളെ. ശീലാവതിയെ നമസ്കരിച്ചിടുവിൻ. എന്നിട്ട് പറയുന്നു, ഒരു സ്വപ്നം കണ്ട കഥ പറയുകയാണ് ഇവിടെ. സുഖരഹിത ഹൃദയമോടെ, തീരെ സുഖമില്ലാത്ത മനസ്സോടുകൂടി ഉറങ്ങീനെ, കുറച്ചൊരു ഉറക്കം കിട്ടിയിരിക്കും. ഉറങ്ങീനെ എന്ന് പറഞ്ഞാൽ അല്പനേരം, എന്ന് പറഞ്ഞാൽ അല്പനേരം ഞാൻ ഉറങ്ങലുണ്ടായി. ആ സമയത്ത് സ്വപ്നം ആഹന്ത കണ്ടേൻ. ആഹന്ത ആശ്ചര്യമായിട്ട് പറയണം. ആഹന്ത അല്ലെങ്കിൽ കഷ്ടം. നമുക്കൊക്കെ കഷ്ടകാലം വരാൻ പോകുന്നു. ലങ്കയ്ക്ക് മുഴുവൻ കഷ്ടകാലത്തെ സൂചിപ്പിക്കുന്ന ഒരു സ്വപ്നം. അതിനാണ് ആഹന്ത. കഷ്ടമേ ഉള്ള ഭാവത്തിലാണ് ആഹന്ത എന്ന് പറയാം. ഹന്ത എന്ന് പറഞ്ഞാൽ ആശ്ചര്യം, ആഹന്ത എന്ന് പറഞ്ഞാൽ കഷ്ടം എന്നുള്ള അർത്ഥത്തിലാണ് പറയാം. സ്വപ്നം ആഹന്ത കണ്ടേൻ ഇതാനീം ദൃഢം. ആഹന്ത എന്നുള്ള ഇതുകൊണ്ട് തന്നെ പറയുന്നു, കണ്ട സ്വപ്നം അത്ര നല്ല, നമുക്കൊന്നും അത്ര സുഖകരമായിട്ടുള്ളതിനെ സൂചിപ്പിക്കുന്ന സ്വപ്നമല്ല എന്നുള്ളതിനെ കാണിക്കുകയാണ് അവിടെ. ആഹന്ത എന്നുള്ള വാക്കുകൊണ്ട് സ്വപ്നം ആഹന്ത കണ്ടേനിതാനീം ദൃഢം. ശരി, വായിക്കും.
ശൃണുവചനമിതു മമ നിശാചര സ്ത്രീകളെ ശീലാവതിയെ നമസ്കരിച്ചിടുവിൻ സുഖരഹിത ഹൃദയമോടുറങ്ങിനേനൊട്ടു ഞാൻ സ്വപ്നമാഹന്ത കണ്ടേനിദാനീന്ദ്രിടം. അഖില ജഗദധിപനഭിരാമനം രാമനുമൈരാവതോപരി ലക്ഷ്മണവീരനും ശരനികര പരിപതന ദഹന കണജാലേന ശങ്കാവിഹീനം ദഹിപ്പിച്ചു ലങ്കയും. അഖില ജഗദധിപനഭിരാമനാം രാമനുമൈരാവതോപരി ലക്ഷ്മണവീരനും ശരനികര പരിപതന ദഹന കണജാലേന ശങ്കാവിഹീനം ദഹിപ്പിച്ചു ലങ്കയും. അഖില ജഗദധിപൻ അഭിരാമനം രാമനും ഐരാവതോപരി ലക്ഷ്മണവീരനും ശരനികര പരിപതന ദഹന കണജാലേന. കുറച്ച് വാക്കുകൾ. ശര നികര പരിപതന ദഹന കണജാലേന ശങ്കാവിഹീനം ദഹിപ്പിച്ച് ലങ്കയും. അടുത്തതിലേക്ക് സെന്റൻസ് തുടർന്നു പോകുന്നുണ്ട്. ദഹിപ്പിച്ചു ലങ്കയും എന്നല്ല, ദഹിപ്പിച്ച് ലങ്കയും. പിന്നെ രണശിരശിത സമൂഹനെ നിഗ്രഹിച്ച്, അങ്ങനെ സെന്റൻസ് അവിടെ തുടർന്നു പോകുന്നുണ്ട് വാചകം. എന്തായാലും അതുവരെ അർത്ഥം പറയാം നമുക്ക്. അഖില ജഗദധിപൻ, അർത്ഥം സ്പഷ്ടം. അഖില ജഗദധിപൻ അഭിരാമൻ സുന്ദരൻ, അഭിരാമൻ സുന്ദരനായിട്ടുള്ള രാമനും ലക്ഷ്മണവീരനും ഐരാവത ഉപരി, ഐരാവത വെളുത്ത ആന, ഐരാവത ഉപരി അതിന് മുകളിൽ. ഇരാവാൻ എന്നൊരു പർവ്വതത്തിലുണ്ടാവുന്നു, അതുകൊണ്ട് ഐരാവതം എന്നൊരു പേര് പറയുന്നുണ്ട്. വെളുത്ത ആനകളായിരിക്കും അവിടെ. ഐരാവതോപരി ലക്ഷ്മണവീരനും, ഇവർ രണ്ടുപേരും ആനപ്പുറത്ത് എഴുന്നള്ളിയിട്ട് ശരനികര പരിപതന ദഹന കണജാലേന ലങ്കയും ദഹിപ്പിച്ചിട്ട്. എങ്ങനെയാണത് ദഹിപ്പിച്ചത് എന്നാണെങ്കിൽ ശരനികര പരിപതന ദഹന കണജാലേന. ദഹനൻ അഗ്നികണങ്ങൾ, അതിൻ്റെ ജാലം സമൂഹം. അഗ്നികണജാലേന, ദഹനൻ അഗ്നി, കണം അതിൻ്റെ പൊരി, തീപ്പൊരി, ജാലം സമൂഹം. അനവധി തീപ്പൊരികൾ പുറപ്പെടുന്നതായ ശരനികര പരിപതന. ശരനികരങ്ങൾ, നികരങ്ങളിൽ സമൂഹാർത്ഥം. ശരനികര അനവധി അസ്ത്രങ്ങൾ പ്രയോഗിച്ച് അത് എയ്ത് വീഴ്ത്തി അതിൽ നിന്നുണ്ടായ ദഹനകണജാലേന, അഗ്നികണങ്ങളുടെ കൂട്ടം കൊണ്ട് അമ്പ് ചെയ്ത് തീയുണ്ടാക്കിയിട്ട് നഷ്ടപ്പെടാൻ. ശരനികര പരിപതന ദഹനകണജാലം കൊണ്ട് ശങ്കാവിഹീനം, ശങ്കാവിഹീനം നിർഭയമായിട്ട് നർത്ഥമാണ് അവിടെ. ശങ്കാവിഹീനം, ശങ്ക എന്നുള്ള വാക്കിനവിടെ ഇതല്ല, സംശയം നല്ല അർത്ഥം ഇവിടെ. ശങ്ക എന്നുള്ള വാക്കിന് ഭയം എന്നുകൂടി അർത്ഥമുണ്ട്. ശങ്കാവിഹീൻ, നിർഭയമായിട്ട് ലങ്കയിൽ വന്ന് ശരനികര പരിപതന ദഹനകണജാലം കൊണ്ട് ലങ്കയും ദഹിപ്പിച്ച്. പിന്നെ തുടർന്ന് സെന്റൻസ് പറയുന്നു, വായിച്ചു. അഖില ജഗദധിപനഭിരാമനാം രാമനുമൈരാവതോപരി ലക്ഷ്മണവീരനും ശരനികര പരിപതന ദഹന കണജാലേന ശങ്കാവിഹീനം ദഹിപ്പിച്ചു ലങ്കയും. രണശിരസി ദശമുഖനെ നിഗ്രഹിച്ചാശ്രമം രാക്ഷസരാജ്യം വിഭീഷണനും നൽകി മഹിഷിയെയുമഴകിനൊടു മടിയിൽ വെച്ചാദരാ മാനിച്ചു ചെന്നയോധ്യാപുരം മേവിനാൻ. രണശിരസി ദശമുഖനെ നിഗ്രഹിച്ചാശ്രമം രാക്ഷസരാജ്യം വിഭീഷണനും നൽകി മഹിഷിയെയുമഴകിനൊടു മടിയിൽ വെച്ചാദരാൽ മാനിച്ചു ചെന്നയോധ്യാപുരം മേവിനാൻ. രണശിരസി ദശമുഖനെ നിഗ്രഹിച്ച് ആശ്രമം. സിമ്പിളായിട്ടുള്ള വാക്കുകൾ. രണശിരസി യുദ്ധരംഗത്തിൽ വെച്ച്, യുദ്ധമുഖം, രണശിരസ് എന്നൊക്കെ പറയും. രണമുഖം, രണശിരസ്. എൻ്റെ ഏറ്റവും ഫോർ ഫ്രണ്ടിൽ അവിടെ നിന്നിട്ടാണ് പണ്ടൊക്കെ രാജാക്കന്മാർ യുദ്ധം നയിക്കുക. യുദ്ധം നടക്കുന്ന സമയത്ത് രാജാവ് ഏറ്റവും മുന്നിൽ നിന്നിട്ടാണ് നയിക്കുക, സേനാധിപൻ. പിന്നെ തൊട്ട് ഒപ്പം തന്നെ രാജാവ് ഉണ്ടാവും. അങ്ങനെയാണ് യുദ്ധം
രണശിരസി അങ്ങനെ യുദ്ധമുഖത്തിൽ ദശമുഖനെ നിഗ്രഹിച്ച് എങ്ങനെ അശ്രമം അശേഷം ശ്രമം കൂടാതെ ഒട്ടും പ്രയത്നം കൂടാതെ നിഷ്പ്രയാസം രണശിരസി ദശമുഖനെ നിഗ്രഹിച്ച് രാക്ഷസരാജ്യം വിഭീഷണന് നൽകി മഹിഷിയെ പട്ടമഹിഷിയായ സീതാദേവിയെ അഴകിനോട് മടിയിൽ വെച്ച് സ്വീകരിച്ച് പുലർത്തത്തിൽ ആദരാൽ പ്രേമപൂർവം ആദരാൽ എന്നുള്ള വാക്കിന് പ്രീതിപൂർവം പ്രേമപൂർവം എന്നൊക്കെ അർത്ഥം വരും. മടിയിൽ വെച്ച് ആദരാൽ മാനിച്ചു. അങ്ങനെ സീതാദേവിയെ മടിയിൽ വെച്ച് സ്നേഹത്തോടെ മാനിച്ച് അങ്ങനെ ചെന്ന് അയോധ്യാപുരം ചെന്ന് അയോധ്യാപുരത്തിൽ ചെന്നെത്തി അവിടെ സുഖമായി കഴിഞ്ഞുകൂടി. മേവിനാൻ അവിടെ ചെന്ന് മേവിനാനുള്ള സ്ഥിതി ചെയ്തു എന്നുള്ള പറയില്ല, അർത്ഥമാണ് അവിടെ ഇരുന്നു. പിന്നത്തെ കാലം സീതയെയും കൊണ്ടുപോയി അയോധ്യയിൽ ചെന്ന് അവിടെ സുഖമായി വസിച്ചു എന്ന സ്വപ്നം കണ്ടു ഞാൻ എന്ന് പറയും. രണശിരസി ദശമുഖനെ നിഗ്രഹിച്ച ശ്രമം രാക്ഷസരാജ്യം വിഭീഷണനും നൽകി മഹിഷിയെയും അഴകിനൊടു മടിയിൽ വെച്ചാദരാൽ മാനിച്ചു ചെന്നയോധ്യാപുരം മേവിനാൻ. കുലിശധരരിപു ദശമുഖൻ നഗ്നരൂപിയായി ഗോമയമായ മഹാഹ്രദം തന്നിലെ തിലരസപു മുടൽ മുഴുവൻ അലിവിനോടണിഞ്ഞുടൻ ധൃത്വാ നളദമാല്യം നിജമൂർധനി നിജ സഹജ സജീവ സുത സൈന്യ സമേതനായി നിർമ്മഗ്നനായി കണ്ടു വിസ്മയം തേടിനേൻ. കുലിശധരരിപു ദശമുഖൻ നഗ്നരൂപിയായി ഗോമയമായ മഹാഹ്രദം തന്നിലെ തിലരസവുമുടൽ മുഴുവനലിവിനൊടണിഞ്ഞുടൻ ധൃത്വാ നളദമാല്യം നിജമൂർധനി നിജ സഹജ സജീവസുത സൈന്യ സമേതനായി നിർമ്മഗ്നനായി കണ്ടു വിസ്മയം തേടിനേൻ. അണിഞ്ഞുടൻ ധൃത്വം എന്ന് പറയണം. മുഴുവനായി കുലിശധര രിപു. കുലിശധരൻ എന്ന് പറഞ്ഞാൽ കുലിശം വജ്രധരൻ ഇന്ദ്രന്റെ രിപു ശത്രുവായ ദശമുഖൻ രാവണൻ നഗ്നരൂപിയായി ആകെപ്പാടെ വസ്ത്രമൊന്നുമില്ലാതെ ആകെ നഗ്നരൂപിയായി എന്ത് ചെയ്തു? ഗോമയമായ മഹാഹ്രദം തന്നിലെ. ഗോമയം എന്നുള്ള വാക്കിന് ചാണകം എന്നർത്ഥം. ഗോമയമായ മഹാഹ്രദം വലിയൊരു പൊട്ടക്കുഴി. മഹാഹ്രദം ഹ്രദം എന്ന് പറഞ്ഞാൽ കയം എന്നാണ് അർത്ഥം ഇവിടെ. പക്ഷെ ഇവിടെ നമ്മൾ ചാണകക്കുഴി എന്ന് അർത്ഥെടുത്താൽ മതി. ഇവിടെ കുലിശധരരിപു ഇന്ദ്രന്റെ ശത്രുവായ ദശമുഖൻ രാവണൻ നഗ്നരൂപിയായി ഗോമയമായ മഹാഹ്രദം തന്നിലെ നിർമ്മഗ്നനായി കണ്ടു എന്നുള്ളതിലേക്കാണ് അന്വയിക്കുന്നത്. മഹാഹ്രദം തന്നിലെ നിർമ്മഗ്നനായി, അതിൽ പോയി മുങ്ങി എന്ന് പറയുന്നത്. നിർമ്മഗ്നനായി മുങ്ങിയതായി കണ്ട് അപ്പൊ ഗോമയമായ മഹാഹ്രദം തന്നിലെ നിർമ്മഗ്നനായി. അതിനു മുമ്പ് ഒരു ഇത് പറയുന്നു. അപ്പോ അതിൽ ചെന്ന് വീഴുന്നതിന് മുൻപുള്ള തിലരസവും ഉടൽ മുഴുവൻ അലിവിനോട് അണിഞ്ഞ്. തിലരസവും ഉടൽ മുഴുവൻ അലിവിനോട് അണിഞ്ഞ് പറയണോ? തിലരസവും പറഞ്ഞോളൂ. തിലരസവും ഉടൽ മുഴുവൻ അലിവിനോടെ അണിഞ്ഞ്. അലിവിനോടെ എന്ന് വേണം മുഴുവൻ പറയാനായിട്ട്. അലിവിനോട് അണിഞ്ഞ് ഉടൻ ധൃത്വാ നളദമാല്യം നിജമൂർധനി. പറയാം. തിലരസം എന്ന് പറഞ്ഞാൽ എണ്ണ എന്നർത്ഥം. തിലം എള്ള് പിഴിഞ്ഞിട്ടാണ് എണ്ണ എടുക്കുന്നത്. അതുകൊണ്ട് തിലരസം എന്നുള്ള വാക്കിനെ എള്ളാട്ടിയെടുക്കുന്ന എണ്ണ. അത് ഉടൽ മുഴുവൻ ദേഹം മുഴുവൻ എണ്ണ അങ്ങോട്ട് അലിവിനോടാണ് ഇഞ്ഞ് ധാരാളം കോരി ഒഴിച്ചിട്ടുണ്ട്. അലിവിനോട് ഒലിക്കുന്നുണ്ട് ദേഹത്തുനിന്ന്. അലിവിനോടാണ് ഇഞ്ഞുടൻ. തിലരസവും ഉടൽ മുഴുവൻ അലിവിനോടാണ് ഇഞ്ഞുടൻ. ധൃത്വ ധരിച്ചിട്ട്. ധൃത്വ എന്നുള്ള വാക്കിനെ ധരിച്ചിട്ട്. നളദമാല്യം നിജമൂർധനി തന്റെ മൂർധാവിൽ നളദമാല്യം ധൃത്വ. നളദം എന്നുള്ള വാക്കിന് രാമച്ചം എന്നർത്ഥം. നളദം രാമച്ചം.
രാമച്ചം കൊണ്ടൊരു കിരീടം, ഒരു മാല്യം, ഒരു മാല ചുറ്റി കെട്ടിയിട്ടുണ്ട്. മൂർധാവിൽ മുടി ഈ ഇത് വെച്ച് ഈ രാമച്ചം കൊണ്ടുള്ള ഒരു ചുറ്റി കെട്ടിയിരിക്കുന്നത്രേ. ധൃത്വാ നളതമാല്യം നിജമൂർധനി. അതെന്തോ ഒരു ദുർനിമിത്തത്തിൻ്റെ ഇതാണത്. നളതമാല്യം ധരിച്ച് കാണലൊക്കെ ദുർനിമിത്തങ്ങളാണ് പറയുന്നതൊക്കെ. തിലരസം, ദേഹത്തിൽ എണ്ണ പുരട്ടി അങ്ങനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ മരണം അടുത്തു എന്നൊക്കെ ഇത് പറയും. ധൃത്വാ നളതമാല്യം നിജമൂർധനി, നിജം തൻ്റേത്, തൻ്റെ മൂർധാവിൽ. പിന്നെ കൂടെ നിജ തൻ്റെ സഹജ സഹോദരൻ കുംഭകർണൻ, സജീവന്മാര്, സുതന്മാര്, ആര് ഇന്ദ്രജിത്തും അക്ഷകുമാരനും, സുത സൈന്യ സമേതനായി, സൈന്യവും കൂടി നിജ സഹജ സജീവ സുത സൈന്യ സമേതനായി അങ്ങനെ ഈ ഗോമയമായ മഹാഹ്രദം തന്നിലെ നിർമഗ്നനായി അതിൽ ചെന്ന് വീഴുന്ന, അതിൽ മുങ്ങിപ്പോകുന്നതായിട്ട് കണ്ട്, അങ്ങനെ സ്വപ്നം കണ്ട് വിസ്മയം തേടിനേൻ, ഞാൻ അത്ഭുതപ്പെട്ടു. ഈ തേടിനേൻ എന്നുള്ളത് പഴയകാലത്തൊരു പ്രയോഗമാണത്. അതിന് അന്വേഷിക്കലുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു വാക്കാണത്. വിസ്മയം തേടിനേൻ എന്ന് പറഞ്ഞാൽ ഞാൻ വിസ്മയപ്പെട്ടു എന്ന അർത്ഥമുണ്ട്. വിസ്മയം തേടിനേൻ. ശരി. കുലിശധരരിബുധശമുഖൻ നഗ്നരൂപിയായി ഗോമയമായ മഹാഹ്രദം തന്നിലെ തിലരസവുമുടൽ മുഴുവനരിവിനൊടണിഞ്ഞുടൻ ധൃത്വാ നളതമാല്യം നിജമൂർധനി നിജ സഹജ സജീവസുത സൈന്യസമേതനായി നിർമഗ്നനായി കണ്ടു വിസ്മയം തേടിനേൻ. രജനിചരകുലപതി വിഭീഷണൻ ഭക്തനായി രാമപാദാബ്ജവും സേവിച്ചുമേവിനാൻ കലുഷതകൾ കളവിനിഹ രാക്ഷസ സ്ത്രീകളെ കണ്ടുകൊള്ളാമിതു സത്യമത്രേ ദൃഢം കരുണയൊടു പയമതിനു കതിപയദിനം മുതാ കാത്തുകൊള്ളേണമിവളെ നിരാമയം. രജനിചരകുലപതി വിഭീഷണൻ ഭക്തനായി രാമപാദാബ്ജവും സേവിച്ചുമേവിനാൻ കലുഷതകൾ കളവിനിഹ രാക്ഷസ സ്ത്രീകളെ കണ്ടുകൊള്ളാമിതു സത്യമത്രേ ദൃഢം കരുണയൊടു വയമതിനു കതിപയദിനം മുതാ കാത്തുകൊള്ളേണമിവളെ നിരാമയം. രജനിചരകുലപതി വിഭീഷണൻ. പിന്നെ രാവണന്റെ മരണശേഷം രാക്ഷസ രാജാവാകാൻ പോകുന്ന ആള് വിഭീഷണനാണ്. മക്കളാണ് ആവേണ്ടത്, മക്കളിൽ ഒരാളാണ് ആവേണ്ടത്, ഇന്ദ്രജിത്താണ് ആവേണ്ടത്. പക്ഷേ ഇന്ദ്രജിത്തൊക്കെ മരിക്കാൻ പോകുന്നതായിട്ടാണ് ഞാൻ സ്വപ്നം കണ്ടത്. പിന്നെ രജനിചരകുലപതി ആരാണ്? പിന്നെ വിഭീഷണൻ. മാത്രമല്ല ശ്രീരാമൻ ഓൾറെഡി വിഭീഷണനെ രാക്ഷസ രാജാവായിട്ട് അവിടെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. സമുദ്രത്തിന്റെ അക്കരെ വിഭീഷണൻ ശരണാഗതി ചെയ്ത സമയത്ത് തന്നെ ശ്രീരാമൻ വിഭീഷണനെ ലങ്കാധിപതിയായിട്ട്, ലങ്കയുടെ രാജാവായിട്ട് അഭിഷേകം ചെയ്യലും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ത്രിജട പറയണം വിഭീഷണൻ രജനിചരകുലപതി എന്ന് പറയും. രജനിചരൻ രാക്ഷസൻ, രജനിചരന്മാരുടെ കുലപതിയായ വിഭീഷണൻ ഭക്തനായിട്ട് രാമപാദാബ്ജവും സേവിച്ച് മേവിനാൻ, അതും എൻ്റെ സ്വപ്നത്തിൽ കണ്ടു എന്ന് പറയുന്നു. അതുകൊണ്ട് രാക്ഷസ സ്ത്രീകളെ സംബോധന ചെയ്ത് പറയാണ് കലുഷതകൾ കളവിൻ ഇഹ. കലുഷത എന്നുള്ള വാക്കിന് പാപകർമ്മം എന്ന അർത്ഥത്തിൽ പറയാറുണ്ട്. കലുഷതകൾ കളവിൻ, പാപബുദ്ധിയെ ഉപേക്ഷിപ്പിൻ. പാപം ചെയ്യുന്നതൊക്കെ മഹാപാപമാണ് കേട്ടോ. ആ ബുദ്ധി വേണ്ട. കലുഷതകൾ കളവിൻ, അത് ഉപേക്ഷിച്ചേക്ക്, ഇനി വേണ്ട ഇനി. ഇഹ കലുഷതകൾ കളവിനിഹ രാക്ഷസ സ്ത്രീകളെ കണ്ടുകൊള്ളാം ഇതു സത്യമത്രേ ദൃഢം. ഈ സ്വപ്ന ലക്ഷണങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, സ്വപ്നത്തിന്റെ നിമിത്ത ലക്ഷണങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് സത്യമത്രേ, കണ്ടുകൊള്ളാം. സത്യം തന്നെയാണെന്ന് കണ്ടുകൊള്ളാം. നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. ഇത് പ്രകാരം സ്വപ്ന ലക്ഷണങ്ങൾ, ഇന്ന സ്വപ്നം കണ്ടാൽ ഇന്ന ഫലം ഉണ്ടാവും എന്നൊരു ശാസ്ത്രമൊക്കെ ഉണ്ട്. അതനുസരിച്ച് നോക്കുന്ന സമയത്ത് ഇത് സത്യമത്രേ, ഇതൊക്കെ ഇതുപോലെ തന്നെ സംഭവിക്കും കേട്ടോ. കണ്ടുകൊള്ളാം ഇതു സത്യമത്രേ ദൃഢം, ഉറപ്പാണത് എന്ന് പറയുന്നു. കരുണയോട്
കരുണയോടെ വയം അതിന് കതിപയ ദിനം മുത കതിപയ ദിനം കുറച്ചു ദിവസം നമ്മൾ, കതിപയ എന്ന് പറഞ്ഞാൽ കുറച്ചെണ്ണം, കതിപയ ദിനം കുറച്ചു ദിവസങ്ങൾ അല്പം സന്തോഷത്തോടുകൂടി ഈ കലുഷതകളൊക്കെ മാറ്റിയിട്ട് അല്പം സന്തോഷഭാവം കാണിച്ചുകൊണ്ട് ഇവളെ നിരാമയം കാത്തുകൊള്ളേണം. ഇവൾക്ക് ഒരു ആമയം ഇല്ലാത്ത വിധം ഇവളെ കാത്തുകൊള്ളേണം, സംരക്ഷിക്കണം. നമുക്ക് ആമയം എന്നുള്ള വാക്കിന് ദുഃഖം എന്നർത്ഥം പറഞ്ഞിരിക്കുന്നു. ആമയം രോഗമാണ് സ്വതവേ, ഇവിടെ മനസ്സിന് ഉള്ള രോഗമാണല്ലോ ദുഃഖം. അതുകൊണ്ട് നിരാമയം എന്നുള്ള വാക്കിന് ദുഃഖമില്ലാത്ത അവസ്ഥ, മനസ്സിന് സുഖമായിട്ടുള്ള അവസ്ഥയിൽ ഇവളെ സംരക്ഷിക്കേണ്ടതാണ് നമ്മൾ എന്ന് പറയുന്നു. കതിപയ ദിനം എന്നുള്ള വാക്കിന് കുറച്ച് ദിവസം. വയം അത് സംസ്കൃത വാക്കാണ്. നമ്മൾ എന്നൊരർത്ഥത്തിൽ നമ്മൾ ആവാം, ഞങ്ങളും ആവാം, രണ്ടിനും ഒരേ വാക്കാണ് സംസ്കൃതത്തിൽ. കരുണയോട് നമ്മൾ ഇവളോട് അല്പം കാരുണ്യം കാണിച്ചിട്ട് കരുണയോടെ വയം നമ്മൾ അതിന്, ഈ സംഭവം സത്യമായിട്ട് വരും, അത് മനസ്സിലാക്കണം നമ്മൾ. കുറച്ച് അധികം താമസമില്ല. കതിപയ ദിനം കുറച്ച് ദിവസങ്ങളെ വേണ്ടു സന്തോഷത്തോടു കൂടി കാത്തുകൊള്ളേണം ഇവളെ നിരാമയം. സ്പഷ്ടമായില്ലിത്. കലുഷതകൾ കളവിൻ, കലുഷതകൾ ഉപേക്ഷിക്കൂ, രാക്ഷസ സ്ത്രീകളെ കണ്ടുകൊള്ളാം, ഇത് സത്യമത്രേ. കണ്ടുകൊള്ളാം, നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും ഇത് സത്യമത്രേ. ഈ സ്വപ്നത്തിൽ കണ്ട കാര്യം, അതായത് രജനി ഗുരുപരിധി വിഭീഷണൻ ഭക്തനായി രാമപാദാബ്ജവും സേവിച്ചു മേവിനാൻ എന്നൊക്കെ പറഞ്ഞില്ലേ, ഈ കാര്യങ്ങളൊക്കെ തന്നെ നടക്കാൻ പോകുന്നതാണ്. സത്യമത്രേ ദൃഢം. അത് നിങ്ങൾക്ക് സ്വപ്നശാസ്ത്രം അറിഞ്ഞാൽ കാണാവുന്ന കാര്യമാണത്. അതുകൊണ്ട് ഇനിയിപ്പോൾ കരുണയോട്, ഈ കലുഷഭാവങ്ങളൊക്കെ കളഞ്ഞ് കരുണയോടുകൂടി വയം നമ്മൾ അതിന് കതിപയ ദിനം കുറച്ച് ദിവസം സന്തോഷത്തോടുകൂടി കാത്തുകൊള്ളേണം ഇവളെ കാത്തുകൊള്ളേണം, സംരക്ഷിച്ചു കൊണ്ടിരിക്കണം. ഇങ്ങനെ നിരാമയം, അവൾക്കൊരു സങ്കടവും ദുഃഖമൊന്നും വരാതെ കണ്ട് സംരക്ഷിക്കണം നമ്മൾ എന്ന് പറയുന്നു. രജനി ചരകുലപതി വിഭീഷണൻ ഭക്തനായി രാമപാദാബ്ജവും സേവിച്ചു മേവിനാൻ. കലുഷതകൾ കളവിനിക രാക്ഷസ സ്ത്രീകളെ കണ്ടുകൊള്ളാം, ഇതു സത്യമത്രേ ദൃഢം. കരുണയൊടു വയമതിനു കതിപയ ദിനം കാത്തുകൊള്ളേണം നിരാമയം. രജനിചര യുവതികളിതി ത്രിജടാപചോരീതി കേട്ടദ്ഭുത ഭീതി പൂണ്ടിടിനാർ. മനസി പരവശതയുടുറങ്ങിനാരേവരും, മനസേ ദുഃഖം കലർന്നു വൈദേഹിയും. രജനിചര യുവതികളിതി ത്രിജടാവചോരീതി കേട്ടദ്ഭുത ഭീതി പൂണ്ടിടിനാർ. മനസി പരവശതയുടുറങ്ങിനാരേവരും, മനസേ ദുഃഖം കലർന്നു വൈദേഹിയും. രജനിചര യുവതികൾ ഇതി ത്രിജടാവചോരീതി കേട്ട് അദ്ഭുത ഭീതി പൂണ്ടിയിടിനാർ. രജനിചര, രജനി രാത്രി, രജനിചരൻ രാത്രിഞ്ചരൻ, രാക്ഷസൻ. അപ്പോൾ രാക്ഷസ യുവതി സ്ത്രീകൾ, രാക്ഷസ സ്ത്രീകൾ, രജനിചര യുവതികൾ ഇതി ഇപ്രകാരമുള്ള ത്രിജടാവചോരീതി, ത്രിജടയുടെ വാക്കിൻ്റെ രീതി കേട്ട്, ത്രിജട ഇങ്ങനെ ഉറപ്പിച്ചുകൊണ്ട് പറയുന്നത് കേട്ടപ്പോൾ അദ്ഭുത ഭീതി പൂണ്ടിയിടിനാർ, അത്ഭുതവുമുണ്ടായി, അല്പം ഭയവുമുണ്ടായി. അദ്ഭുത ഭീതി പൂണ്ടിയിടിനാർ. തങ്ങളുടെ രാജാവായ രാവണൻ അടുത്ത് തന്നെ മരിക്കാൻ പോകുന്നു, ഒരു ഭരണമാറ്റമൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു ഭീതി അവർക്ക്. അദ്ഭുത ഭീതി പൂണ്ടിയിടിനാർ. ഇനി സീതയെ നമ്മൾ ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തിയും അവരുടെ മനസ്സ് നോവിപ്പിക്കലൊക്കെ ഉണ്ടായോ, അതിന് ശിക്ഷ വല്ലതും കിട്ടുമോ, അതൊക്കെയാണ് ഭീതി. അദ്ഭുതം, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ള വിഷയത്തിൽ ഒരത്ഭുതം. അദ്ഭുത ഭീതി പൂണ്ടിയിടിനാർ. പൂണ്ടിയിടിനാർ അവർക്കുണ്ടായി എന്നുള്ളർത്ഥത്തിൽ ഭീതി പൂണ്ടു എന്ന് പറഞ്ഞാൽ ഭീതി ഉണ്ടായി അവർക്ക്. അതൊരു പഴയ മണിപ്രവാള കാവ്യങ്ങളത്തെ രീതിയാണ്. ഭീതി പൂണ്ട്, ഭീതി പൂണ്ടു എന്ന് പറഞ്ഞാൽ ഭീതി ഉണ്ടായി അവർക്ക് എന്നർത്ഥം എടുക്കണം. അദ്ഭുത ഭീതി പൂണ്ടിയിടിനാർ. മനസ്സി പരവശതയോട് ഉറങ്ങിനാർ. ഏതായാലും കുറേ നേരമായി ഇതൊക്കെ ഉറങ്ങുക, നമുക്ക് വെളിച്ചാവാറായി, നമുക്കിനി ഉറങ്ങാം.
രാത്രിഞ്ചരന്മാർക്ക് പകലാണ് ഉറക്കേ. അതാണ് പരവശതയോട്, മനസ്സി പരവശതയോട് ഈ അത്ഭുതവും ഭീതിയൊക്കെ മനസ്സിലുണ്ടായി എന്ന് പറഞ്ഞതുകൊണ്ട് എന്താ ഈ പരവശത, ഒരു പാരവശ്യമൊക്കെ ഉണ്ടായി, വയ്യാണ്ടേ ഉറക്കമൊക്കെ, ആകെപ്പാടൊരു സുഖമില്ലാത്തൊരു ദിവസം എന്നൊക്കെ തോന്നി. കുറച്ച് ഉറങ്ങുക, നമുക്ക് കുറച്ച് മനസ്സമാധാനം കിട്ടുമല്ലോ എന്നുള്ള ഭാവത്തിൽ അവർ മനസ്സി പരവശതയോടെ ഉറങ്ങിനാർ ഏവരും. സീതയ്ക്കാകട്ടെ ഇതൊക്കെ കേട്ടിട്ടും മനസ്സിന് ഒരു തെളിച്ചൊന്നും ഉണ്ടായില്ല എന്ന് പറയണം. മാനസേ ദുഃഖം കലർന്നു വൈദേഹിയും. ദുഃഖം കലർന്ന് വൈദേഹിയും, അങ്ങനെയാണ് പറയേണ്ടത് തോന്നുന്നു. എന്നിട്ട് ചിന്തിക്കുന്നു, ദുഃഖം കലർന്ന് വൈദേഹിയും. ഇതുപോലെ ഉഷസി നിശിചരികൾ എന്ന് പറഞ്ഞിങ്ങനെ കുറെ ചിന്തകളൊക്കെ ഉണ്ട്. മനസ്സി മുഹുരിവ പലതുമോർത്ത് എന്ന് പിന്നെ പറയുന്നുണ്ട്. അപ്പോൾ ദുഃഖം കലർന്ന് വൈദേഹിയും എന്ന് പറയായിരിക്കും നല്ലത്. അർത്ഥം മനസ്സിലാക്കുമ്പോൾ തുടർന്ന് പോകുന്നുണ്ട്. ശരി, വായിക്കൂ. രജനിചരയുവതികളിതി ത്രിജടാവജോരീതി. രജനിചരയുവതികളിതി ത്രിജടാവജോരീ. രജനിചരയുവതികളിതി ത്രിജടാവജോരീതി. പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. ത്രിജടാവജോ എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് ആ മാത്രം തികയുള്ളൂ. ത്രിജടാവജോ രജനിചരയുവതികളിതി ത്രിജടാവജോ. രജനിചരയുവതികളിതി ത്രിജടാവജോരീതി കേട്ടദ്ഭുത ഭീതി പൂണ്ടിടിനാർ. മനസ്സി പരവശതയൊടുറങ്ങിനാരേവരും. മാനസേ ദുഃഖം കലർന്നു വൈദേഹിയും. ഉഷസി നിശിചരികളിവരുടലു മമ ഭക്ഷിക്കുമുറ്റവരായിട്ടൊരുത്തരുമില്ലമേ. മരണമിക വരൂപതിനുമൊരു കഴിവു കണ്ടീല. മാനവവീരനുമെന്നെ മറന്നിതു. ഉഷസി നിശിചരികളിവരുടലു മമ ഭക്ഷിക്കുമുറ്റവരായിട്ടൊരുത്തരുമില്ലമേ. മരണമിക വരുവതിനും ഒരു കഴിവു കണ്ടീല. മാനവവീരനുമെന്നെ മറന്നിതു. ഉഷസി വെളിച്ചമായി കഴിഞ്ഞാൽ നിശിചരികൾ ഇവർ, ഈ രാക്ഷസികൾ, മമ ഉടല് ഭക്ഷിക്കും. വെളിച്ചമായാൽ ഇവരുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാനായിരിക്കും തോന്നുന്നുണ്ട്. ഉഷസി നിശിചരികൾ ഇവർ ഉടലു മമ ഭക്ഷിക്കും. സഹായിക്കാൻ ആരുമില്ല എനിക്ക്. ഉറ്റവരായിട്ടൊരുത്തരും ഇല്ല മേ. എനിക്ക് ഉറ്റവരായിട്ട് ഒരുത്തരുമില്ലല്ലോ. എന്നാൽ മരണം വന്നു കഴിഞ്ഞാൽ ഈ ദുഃഖത്തിൽ നിന്നൊക്കെ ഒരു മോചനമുണ്ട്. മരിച്ചങ്ങട് കിട്ടിയാൽ, ചത്ത് കിട്ടിയാൽ എന്ത് സുഖമായിരുന്നു നോക്കുമ്പോൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മൾ. വല്ലാതെ കഠിനമായിട്ട് ദുഃഖങ്ങൾക്ക് വരുന്ന സമയത്ത് മരിച്ചു കിട്ടിയാൽ സുഖമായിരുന്നു എന്ന് തോന്നുന്നു. അത്ര കഠിനമായിട്ടുള്ള ദുഃഖം തോന്നി സീതയുടെ മനസ്സിൽ. മരണമിക വരുപതിനും ഒരു കഴിവ് കണ്ടില്ല. മരണം വരാനുള്ള ഒരു സന്ദർഭവും കണ്ടില്ല. അതിനൊരു വഴിയില്ലല്ലോ എന്നർത്ഥത്തിൽ പറയാണ്. ഒരു കഴിവ് കണ്ടില്ല. കഴിവ് എന്ന് പറഞ്ഞാൽ ശക്തി എന്നുള്ള അർത്ഥത്തിലല്ല അത് വരുന്നത്. മരണമിക വരുപതിനും ഒരു കഴിവ് കണ്ടില്ല. അന്നത്തെ ഭാഷയിലത്തെ രീതിയാണത്. ഒരു കഴിവ് കണ്ടില്ല. കഴിവ് എന്ന അർത്ഥം മനസ്സിലാവില്ല. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന കഴിവല്ല ഇവിടെ. മരണമിക വരുപതിനും ഒരു കഴിവ് കണ്ടില്ല. പിന്നെ മാനവവീരനും എന്നെ മറന്നിതു. മാനവവീരൻ മനുഷ്യരിൽ വെച്ച് വീരനായ ഏറ്റവും വലിയ വീരൻ എന്ന അർത്ഥത്തിൽ മാനവവീരൻ ആരാണ്? ശ്രീരാമൻ. ശ്രീരാമനും എന്നെ മറന്നിതു. ശ്രീരാമനും എന്നെ മറന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ടും കാര്യമില്ല എന്ന് പറയാണ്. എങ്ങനെയാ മരിക്കേണ്ടതെന്ന് പറയില്ല. മരണം താനായിട്ട് എനിക്ക് മരണം, അതായിട്ട് എന്നെ മരണം അനുഗ്രഹിക്കുകയുമില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുത്തൂടെ. എന്തായാലും ഇനി ഞാൻ മരണം തനിയെ വരും തോന്നുന്നില്ല. ഇനി കളവനിഹ വിരവിനോട് ജീവനം അദ്യൻ. ഞാൻ വിരവിനോട് വേഗം തന്നെ, വലിയ താമസമൊന്നും വേണ്ട. ഈ രാക്ഷസ സ്ത്രീകളുടെ ഭക്ഷണമാകുന്നതിലും ഭേദം ഞാൻ തന്നെ എൻ്റെ ജീവൻ എടുത്തു കളയാം. ഇഹ വിരവിനോട് ഞാൻ അദ്യ ജീവനം കളവൻ. വിരവിനോട് അദ്യ ജീവനം കളവൻ. ഞാൻ അദ്യ വിരവിനോട് വേഗം തന്നെ, അദ്യ ഇപ്പം തന്നെ, ജീവനം കളവൻ
എൻ്റെ ജീവിതം ഞാൻ ജീവൻ ഉപേക്ഷിക്കാൻ പോവുകയാണ് എന്ന് പറയുന്നു. എന്താ പിന്നെയും ശ്രീരാമനെക്കുറിച്ച് ഓർക്കുന്നു. കാകുൽസ്ഥനും കരുണാഹീനൻ എത്രയും. ശ്രീരാമനും തീരെ കാരുണ്യമില്ലാത്ത അവസ്ഥയായി കഴിഞ്ഞിരിക്കുന്നു. എത്രയും കരുണാഹീനനായിരിക്കുന്നു. കരുണാഹീനൻ പറഞ്ഞാൽ കരുണയില്ലാത്തവൻ എന്നർത്ഥം. കരുണാഹീനൻ എന്നർത്ഥം, നിർദ്ദയൻ എന്നർത്ഥം. കാകുൽസ്ഥനും എത്രയോ നിർദ്ദയനായി മാറിയിരിക്കുന്നു എന്ന് പറയും. ശരി, വായിക്കും. ഉഷസി നിശിചതികളിവരുടലു മമ ഭക്ഷിക്കുമുറ്റവരായിട്ടൊരുത്തരുമില്ല മേ. മരണമിക വരുവതിനുമൊരു കഴിവു കണ്ടീല. മാനവവീരനുമെന്നെ മറന്നിതു. കളവനിക വിരവിനൊടു ജീവന മധ്യ ഞാൻ. കാകുൽസ്ഥനും കരുണാഹീനനെത്രയും. മനസി മുഹുരിവ പലതുമോർത്തു സന്താപേന മന്ദമന്ദമെഴുന്നേറ്റു നിന്നാകുലാൽ. തരളതര ഹൃദയമൊടു വർത്താരമോർത്തോർത്തു താണുകിടന്നൊരു ശിംശപാശാഖയും സഭയപരവശതരളമാലംബ്യ ബാഷ്പവും സന്തതം വാർത്തു വിലാപം തുടങ്ങിനാൾ. മനസി മുകുരിവ പലതുമോർത്തു സന്താപേന മന്ദമന്ദമെഴുന്നേറ്റു നിന്നാകുലാൽ. തരളതര ഹൃദയമൊടു ഭർത്താരമൂർത്തോർത്തു താണു കിടന്നൊരു ശിംശപാശാഖയും സഭയപരവശതരളമാലംബ്യ ബാഷ്പവും സന്തതം വാർത്തു വിലാപം തുടങ്ങിനാൾ. മനസി മുഹുഹു ഇവ പലതും ഓർത്ത്. മനസ്സിൽ മുഹുഹു വീണ്ടും പലതവണ ഇവ പലതും ഓർത്ത് ഇങ്ങനെ പലതും ചിന്തിച്ച് സന്താപത്തോടെ മന്ദമന്ദം എഴുന്നേറ്റ് നിന്ന് ആകുലാൽ വ്യാകുലതയോടുകൂടി, ആകുലാൽ എന്നുള്ള വാക്കിന് വ്യാകുലതയോടെ, തരളഹൃദയമൊടു മനസ്സിൽ ഇങ്ങനെ വരയ്ക്കാൻ തുടങ്ങി. തരളഹൃദയമൊടു ഭർത്താരമോർത്ത്, ഭർത്താരം എന്നുള്ള വാക്കിന് ഭർത്താവിനെ, സംസ്കൃത വാക്കാണത്. എന്നുള്ളതിൻ്റെ ദ്വിതീയ വിഭക്തി. ഭർത്താവിനെ ഓർത്ത് അങ്ങനെ താണുകിടന്നൊരു ശിംശപാശാഖയും ആലംബ്യ എന്നുള്ളതിലേക്ക് ചേർക്കണത്. ആലംബ്യ സഭയ പരവശ തരളം ആലംബ്യ. സഭയ പരവശ തരളം, ഭയത്തോടുകൂടിയ പരവശതയോടുകൂടി, അതുകൊണ്ട് തരളമായ മനസ്സോടുകൂടി, അല്ലെങ്കിൽ ദേഹവും മനസ്സും മറയ്ക്കുന്നു, രണ്ടും എടുക്കാം നമുക്ക്. തരളത സഭയ പരവശ തരളമാം വണ്ണം ഈ ശിംശപാശാഖയും ആലംബ്യ, ശിംശപയുടെ ശാഖയെയും അവലംബിച്ച് അതിൽ പിടിച്ചു നിന്ന് ബാഷ്പവും സന്തതം വാർത്ത്. ബാഷ്പം എന്ന് പറഞ്ഞാൽ കണ്ണീര്. സന്തതം തുടർന്ന്, പിന്നെയും സന്തതം എല്ലായ്പ്പോഴും എന്നാണ് വാക്കിൻ്റെ അർത്ഥം. പിന്നെയും അർത്ഥം എടുക്കണം ഇവിടെ. സന്തതം ബാഷ്പവും വാർത്ത്, ഈ കണ്ണീര് വാർത്തുകൊണ്ട് വിലാപം തുടങ്ങിനാൾ. ഇങ്ങനെ പലതും പറഞ്ഞ് വിലപിച്ചു. വിലപിക്കലും കരയിലും തമ്മിലൊരു വ്യത്യാസമുണ്ട്. വിലപിക്കല് പറഞ്ഞ് എന്തെങ്കിലും വാക്കുകൾ പറഞ്ഞ് കരയുമ്പോഴാണ് അതിന് വിലാപം എന്ന് പറയാം. വാക്കുകളില്ലാതെയും കരയാം, അല്ലേ? സങ്കടം വന്നാൽ ചുമ്മാ കരച്ചിലുണ്ടല്ലോ, അത് രോദനമാണത്. വിലാപം എന്ന് പറഞ്ഞാൽ വാക്കുകൾ പറയലാണ്. ലപനം എന്ന് പറഞ്ഞാൽ പറച്ചിലാണ്, പറയൽ. വാക്കുകൾ വേണം, ആശയങ്ങൾ വേണം. അതിൽ പറഞ്ഞ് കരയുമ്പോഴാണ് വിലാപം. അതാണ് കാവ്യങ്ങളൊക്കെ വിലാപ കാവ്യങ്ങളാണ്. ഒരിക്കലും രോദന കാവ്യങ്ങളൊന്നും കാണില്ല ഒരിക്കലും. എന്നുവെച്ചാൽ അർത്ഥമില്ല അതിന്. രോദനം വാക്കുകളില്ലാത്ത കരച്ചിലാണ് രോദനം. ചെറിയ കുട്ടികൾ, ചെറിയ സംസാരിക്കാറാവാത്ത കുട്ടികൾ കരയുമ്പോഴൊക്കെ രോദനമാണത്. പറഞ്ഞ് നിലവിളിക്കുമ്പോൾ വിലാപമായി. അപ്പം അർത്ഥം വ്യത്യാസം മനസ്സിലാക്കുക. തരളഹൃദയമോട് ഒന്നുകൂടി പറയാം. മനസ്സി മുഹുഹു ഇവ പലതുമോർത്ത്, ഇങ്ങനെ പലതും മനസ്സിൽ വീണ്ടും ഓർത്ത് സന്താപത്തോടുകൂടി മന്ദമന്ദമെഴുന്നേറ്റു നിന്ന് ആകുലാൽ വ്യാകുലതയോടെ തരളഹൃദയമോട് മനസ്സിൽ വിവശത, ഈ
വിറയലോടുകൂടി ഭർത്താരം ഓർത്ത് താണുകിടന്നൊരു ശിംശപാശാഖയും സഭയപരവശതരളമാലംബ്യ, ഭയത്തോടും പരവശതയോടും തരളമാം വണ്ണം, അതായത് വിറച്ചുകൊണ്ട്, മനസ്സും ശരീരവും വിറച്ചുകൊണ്ട്, ആലംബ്യ, അതിനെ പിടിച്ച് അവിടെ നിന്ന് വിടാതിരിക്കാൻ അതിനെ പിടിച്ച് നിൽക്കുകയാണ് അവിടെ. ബാഷ്പവും സന്തതം വാർത്ത് വിലാപം തുടങ്ങിനാൾ. വായിക്കും. മനസി മുഹുരിവ പലതുമൂർത്തു സന്താപേന മന്ദമന്ദമെഴുന്നേറ്റു നിന്നാകുലാൽ തരളതര ഹൃദയമുടു ഭർത്താരമൂർത്തോർത്തു താണു കിടന്നൊരു ശിംശപാശാഖയും സഭയപരവശ തരളമാലംബ്യ ബാഷ്പവും സന്തതം വാർത്തു വിലാപം തുടങ്ങിനാൾ. പവനസുതനിവ പലവുമാലോക്യ മാനസേ വാർത്തു പതുക്കെ പറഞ്ഞു തുടങ്ങിനാൻ. ഗോത്രേ ദശരഥൻ ജാതനായാനവൻ തന്നുടെ പുത്രരായി രതിരമണതുല്യരായി 4 പേരുണ്ടിതു രാമഭരത സൗമിത്രി ശത്രുഘ്നന്മാർ. പവനസുതനിവ പലവുമാലോക്യ മാനസേ പാർത്തു പതുക്കെ പറഞ്ഞു തുടങ്ങിനാൻ. ജഗദമലനയന വരഗോത്രേ ദശരഥൻ ജാതനായാനവൻ തന്നുടെ പുത്രരായി രതിരമണ തുല്യരായി 4 പേരുണ്ടിതു രാമഭരത സൗമിത്രി ശത്രുഘ്നന്മാർ. പവനസുതൻ ഇവ പലവും ആലോക്യ. പവനസുതൻ ഹനുമാൻ, ഇവ പലവും, ഈ സംഭവങ്ങൾ മുഴുവൻ ഹനുമാൻ അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആലോക്യ, കണ്ടിട്ട്. മാനസേ പാർത്ത് മനസ്സിൽ പലതും ചിന്തിച്ചുറപ്പിച്ചിട്ട് എന്നർത്ഥം. പാർത്ത് എന്ന് പറഞ്ഞാൽ കണ്ടിട്ടെന്നാണ് വാക്കിനർത്ഥം. മാനസേ പാർത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഇനി എന്താണ് വേണ്ടത് എന്നുള്ളതിനെ കണ്ടറിഞ്ഞിട്ട്. ഈ കാണുക എന്നുള്ളതിനൊക്കെ ചിന്തിക്കുക, അറിയുക, മനസ്സിലാക്കുക എന്നും കൂടി അർത്ഥമുണ്ടല്ലോ. കാണില്ല ഉണ്ട്. കണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ കണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയിട്ട് ആലോചിച്ചിട്ട് എന്നും കൂടെ അർത്ഥം വരും. മാനസേ പാർത്ത് പതുക്കെ ഇനി എന്താ വേണ്ടത് എന്ന് ആലോചിച്ചു. സീതയുടെ വിശ്വാസം ആർജിക്കണമല്ലോ. സീതയുടെ സുഹൃത്താണ് താൻ എന്നുള്ളൊരു ബോധ്യം അവൾക്ക് വരണമല്ലോ. സീതയെ ആശ്വസിപ്പിക്കും വേണം. അതിനു വേണ്ടിയിട്ട് അവിടുന്ന് ഒരു ആത്മകഥ പറയുന്ന പോലെ പറഞ്ഞു തുടങ്ങിനാൻ. പതുക്കെ പറഞ്ഞു തുടങ്ങിനാൻ. അധികം മറ്റുള്ള ശബ്ദഘോഷമൊന്നും ഇല്ലാതെ കണ്ട് സീതയ്ക്ക് മാത്രം കേൾക്കാൻ പാകത്തിൽ പതുക്കെ പറഞ്ഞു തുടങ്ങിനാൻ. പവനസുതൻ ഇവ പലവുമാലോക്യ, സകല സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കി, ആലോക്യ എല്ലാം കണ്ട്. എന്നിട്ട് മാനസയും ഇവിടെ ഏറ്റവും ഉചിതമായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് സീതയെ സമീപിക്കേണ്ടത് എന്ന് ആലോചിച്ചുറപ്പിച്ചിട്ട് പവനസുതൻ ഇവ പലവുമാലോക്യ മാനസേ പാർത്ത് പതുക്കെ പറഞ്ഞു തുടങ്ങിനാൻ. എന്താ പറയുന്ന കഥ പറയാൻ തുടങ്ങുകയാണ്. ജഗദമല നയന വര ഗോത്രേ. ജഗദമല നയന, ലോകത്തിന് മുഴുവൻ വിമലമായ നയന, അത് സൂര്യനാണ്. സൂര്യൻ ജഗച്ചക്ഷുസ് എന്നൊരു പേരുണ്ട് സൂര്യൻ്റെ പര്യായങ്ങളിലൊന്നാണ് ജഗച്ചക്ഷുസ്. ലോകത്തിന് മുഴുവൻ കണ്ണായിരിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ജഗച്ചക്ഷുസ്. ഇവിടെ ജഗതിന് അമര വല നയനൻ, ജഗത് അമല നയന വര, അമല നയനൻ സൂര്യൻ. ജഗത് അമല നയനൻ എന്ന് പറയുമ്പോൾ എന്തായി? സൂര്യൻ എന്നർത്ഥം വരും. ആ സൂര്യൻ്റെ വര ഗോത്രേ, വിശിഷ്ടമായ ഗോത്രത്തിൽ, വിശിഷ്ടമായ സൂര്യവംശത്തിൽ ഭാവാർത്ഥം. വിശിഷ്ടമായ സൂര്യവംശത്തിൽ ദശരഥൻ ജാതനായാൻ, ദശരഥൻ എന്നു രാജാവ് ജനിച്ചു. ദശരഥൻ്റെ, ശ്രീരാമൻ്റെ പിതാവായ ദശരഥൻ്റെ മുതൽക്ക് കഥ പറഞ്ഞു തുടങ്ങുകയാണ്. വാൽമീകി രാമായണത്തിൽ അങ്ങനെയാണ്. ആസീത് ദശരഥോ നാമ രഥകുഞ്ചരവാജിവാൻ എന്ന് പറഞ്ഞ അവിടുന്ന് ഹനുമാൻ പറയുന്നതായിട്ടാണ് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെയും ദശരഥൻ എന്നൊരു രാജാവുണ്ടായി സൂര്യവംശത്തിൽ എന്ന് പറഞ്ഞു തുടങ്ങുന്നു. ജഗദമല നയനവര ഗോത്രേ ദശരഥൻ ജാതനായി അവൻ തന്നെ അവൻ്റേതേ വേണ്ടു. അവൻ ഇടയിൽ ഞാൻ പറഞ്ഞു തൻ എന്നൊരുത് അടിയിൽ അതിൽ
സ്വാർത്ഥ ഒരു ഇതിൽ തന്നുള്ളത് ചേർക്കും. സ്വ അർത്ഥത്തിൽ തന്നുള്ളും കൂടി ചേർത്തിട്ട് പലപ്പോഴും ഈ വിഭക്തി പ്രത്യേകം ചേർക്കുന്നതിനിടയിൽ കവിതയിൽ ചേർക്കാറുണ്ട്. അവൻ തന്നെ അവൻ്റെ പുത്രന്മാരായിട്ട് രതിരമണതുല്യരായി 4 പേരുണ്ട്. രതിരമണൻ, രതിയുടെ ഭർത്താവ്, രതിദേവിയുടെ ഭർത്താവ് ആരാ? കാമദേവന്റെ തുല്യരായിട്ട് അതിസുന്ദരന്മാരായ രതിരമണതുല്യരായി 4 പേരുണ്ട്. 4 പേരാണ് ഉണ്ടായി. അദ്ദേഹത്തിന് മക്കളായിട്ട് 4 പേര് ഉണ്ട്. ഇത് ആരൊക്കെയാണ് അവര്? രാമ, ഭരത, സൗമിത്രി, ശത്രുഘ്നന്മാർ എന്ന് പറയും. അവര് അതുവരെയല്ലേ വായിച്ചുള്ളൂ? ശരി, അതുവരെ ഒന്ന് വായിക്കും. ശരി. പവനസുതനിവ പലവുമാലോക്യ മാനസേ പാർത്തു പതുക്കെ പറഞ്ഞു തുടങ്ങിനാൻ ജഗതമല നയന വരഗോത്രേ ദശരഥൻ ജാതനായാനവൻ തന്നെ പുത്രരായി രതിരമണ തുല്യരായി 4 പേരുണ്ടിതു രാമ, ഭരത, സൗമിത്രി, ശത്രുഘ്നന്മാർ. രജനിചര കുലനിധനഹേതുഭൂതൻ പിതൂരാജ്ഞയാ കാനനം തന്നിൽ വാണീടിനാൻ. 2 വരി വായിക്കുന്നോടെ. രജനിചര കുലനിധനഹേതുഭൂതൻ പിതൂരാജ്ഞയാ കാനനം തന്നിൽ വാണീടിനാൻ. രജനിചര കുല നിധന ഹേതുഭൂതൻ. ഈ ശ്രീരാമൻ രജനിചര കുല, രാക്ഷസകുലത്തിൻ്റെ നിധനം, മരണത്തിന്, അവരെ ഒടുക്കാനായിട്ട് ഉള്ള കാരണമായിട്ട് പിറന്നവനാണ് എന്നൊരർത്ഥത്തിൽ പറയുന്നു. രജനിചര കുല നിധന ഹേതുഭൂതൻ. രജനിചര കുലത്തിൻ്റെ നിധനത്തിന് ഹേതുഭൂതനായിട്ടുള്ള ആ ശ്രീരാമൻ പിതുരാജ്ഞയാ, പിതാവിൻ്റെ ആജ്ഞയാ, പിതു എന്നുള്ള വാക്കിന് പിതാവിൻ്റെ എന്നർത്ഥം, ആജ്ഞയനുസരിച്ച് പിതുരാജ്ഞയാ കാനനം തന്നിൽ വാണിയിടിനാൻ, വനവാസം ചെയ്തു എന്ന് പറയുന്നു. വൈകി രജനിചര കുലനിധന ഹേതുഭൂതൻ പിതൂരാജ്ഞയാ കാനനം തന്നിൽ വാണിയിടിനാൻ. കാനനം തന്നിൽ ഒന്നിച്ചു വായിക്കണം. കാനനം തന്നിൽ വാണിയിടിനാൻ. കാനനത്തിൽ എന്നാണ് വാക്കേ. അതിന്റെ അടുത്തൊരു ഈ തൻ എന്നുള്ള ഒരു ഇത് ചേർന്ന് വരുമെന്ന് മാത്രം. ജനകനൃപസുതയും അവരജനുമായി സാദരം, അത് ഇതിന്റെ കണ്ടിന്യൂഷനാണ് ശരിക്കും. ജാനകീ ദേവിയെ തത്ര ദശാനനൻ കപടയതിവേഷമായി കട്ടുകൊണ്ടിടിനാൻ. കാണാഞ്ഞു ദുഃഖിച്ചു രാമനും തമ്പിയും വിപിനഭുവി വിരവൊടുതിരഞ്ഞു നടക്കുമ്പോൾ വീണു കിടക്കും ജടായുവീനെ കണ്ടു. അർത്ഥം പറയുന്നത്, രജനിചരകുല നിധന ഹേതുഭൂതൻ ശ്രീരാമൻ പിതുരാജ്ഞയ, അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ച് കാനനം തന്നിൽ വാണിയിടിനാൻ. കാനനത്തിൽ, കാട്ടിൽ താമസിക്കേണ്ട ഒരു സന്ദർഭമുണ്ടായി. എങ്ങനെയാണ്? ഒറ്റയ്ക്കല്ല താമസിച്ചത്. ജനകനൃപസുതയും, ജനകനൃപന്റെ സുത സീതയോടും, അവരജൻ എന്നുള്ള വാക്കിന് അനുജൻ അർത്ഥം. അവരജൻ, അനുജൻ, അവരൻ താഴെയുള്ള ആള്, അവരജൻ. അവരജനുമായി, അവരജനോടൊപ്പം, ലക്ഷ്മണനോടൊപ്പം, അവരജനുമായി സാദരം അവിടെ താമസിച്ചിരുന്നു. അവിടെ കാനനം തന്നിൽ വാണിയടിന എന്ന് പറഞ്ഞില്ലേ അത്. പിന്നെ ജാനകീദേവിയെ തത്ര ദശാനനൻ കപടയതി വേഷമായി കട്ടുകൊണ്ടിരുന്ന. നമുക്ക് അർത്ഥം എല്ലാവർക്കും വളരെ സ്പഷ്ടം. യതി എന്ന് പറഞ്ഞാൽ സന്യാസി. കപടയതി വേഷമായി വന്നിട്ട് കട്ടുകൊണ്ടിരുന്ന, അപഹരിച്ചു കൊണ്ടുപോയി. അവൻ സീതയെ കാണാഞ്ഞ് ദുഃഖിച്ച് രാമനും തമ്പി അനുജൻ വിപിനഭൂവി വനപ്രദേശത്തിൽ വിരവോട് തിരഞ്ഞു നടക്കുമ്പോൾ വീണുകിടക്കും ജടായുവിനെ കണ്ടു. രജനിചര കുലനിധന ഹേതുഭൂതൻ പിതൂരാജ്ഞയാ കാനനം തന്നിൽ വാണിയിടിനാൻ. ജനകനൃപസുതയും അവരജനുമായി സാദരം ജാനകി ദേവിയെ തത്ര ദശാനനൻ കപടയതിവേഷമായി കട്ടുകൊണ്ടിടിനാൻ. കാണാഞ്ഞു ദുഃഖിച്ചു രാമനും തമ്പിയും
വിപിന ഭുവി വിരകൊടു തിരഞ്ഞു നടക്കുമ്പോൾ വീണു കിടക്കും ജടായുവിനെ കണ്ടു. വീണു കിടക്കും എന്നാണ് നല്ലത്. വീണു കിടക്കും ജടായുവിനെ കണ്ടു. പരമഗതി പുനരവനു നൽകിയം മാല്യവത്പർവത പാർശ്വേ നടക്കും വിധൗ തഥാ തരണിസുതനോടു സപതി സഖ്യവും ചെയ്തിതു സത്വരം കൊന്നിതു ശക്രസുതനെയും. പരമഗതി പുനരവനു നൽകിയ മാല്യവൽ പർവത പാർശ്വേ നടക്കും വിധൗ തഥാ തരണിസുതനോടു സപതി സഖ്യവും ചെയ്തിതു സത്വരം കൊന്നിതു ശക്രസുതനെയും. പരമഗതി പുനഃ അവനു നൽകി, അവന് പരമഗതി നൽകി, ജടായുവിന് മുക്തി നൽകി ശ്രീരാമൻ. പ്രസിദ്ധമായിട്ടുള്ള കഥയാണ് ജടായു മോക്ഷം. അവന് പരമഗതി ശ്രീരാമൻ അനുഗ്രഹിച്ചു നൽകി. പുനഃ എന്നുള്ള പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. പുനഃ എന്ന് പറഞ്ഞാൽ പിന്നീടാണ് വാക്കിനർത്ഥം, പക്ഷെ ഇവിടെ ഒരു ഇതായിട്ട് വാക്യാലങ്കാരമായിട്ട് ചേർക്കാണ്. പരമഗതി പുനരവനു നൽകി. എന്നിട്ട് ശ്രീരാമൻ മാല്യവത് പർവ്വത പാർശ്വേ, മാല്യവാൻ എന്നു പേരായ പർവ്വതത്തിന്റെ സമീപത്തിൽ നടക്കുന്ന സമയത്ത്, നടക്കും വിധൗ എന്ന് പറഞ്ഞാൽ അവിടെ സഞ്ചരിക്കുന്ന ഘട്ടത്തിൽ, സഞ്ചരിക്കുമ്പോൾ, തഥാ അപ്പോൾ തരണിസുതനോട്, തരണി എന്നുള്ള വാക്കിന് സൂര്യൻ അർത്ഥം. തരണിസുതൻ സൂര്യപുത്രൻ, സുഗ്രീവൻ, സൂര്യപുത്രൻ സുഗ്രീവൻ. ഓർമ്മിക്കണം നമ്മൾ ഈ രാമായണം വായിക്കുമ്പോൾ, അധ്യാത്മരാമായണമൊക്കെ വായിക്കുന്ന സമയത്ത് സൂര്യപുത്രൻ സുഗ്രീവനാണെന്ന് ഓർമ്മിക്കണം. ഇന്ദ്രപുത്രൻ ബാലിയാണ്. തരണിസുതനോട്, ഇവിടെ സുഗ്രീവനോട് സപതി പെട്ടെന്ന് സഖ്യപുഞ്ചെയ്തിതു. എന്നിട്ട് സത്വരം കൊന്നിതു ശക്രസുതനെയും. ശക്രസുതനെ, ശക്രൻ ഇന്ദ്രൻ, ഇന്ദ്രന്റെ പുത്രൻ ഇവിടെ ബാലി, ബാലിയെയും കൊന്നു. സത്വരം കൊന്നിതു ശക്രസുതനെയും. ഈ വിവരങ്ങളൊന്നും സീതയ്ക്ക് അറിയില്ലല്ലോ. സീത ഇവിടെ ലങ്കയിലിരിക്കുന്ന സമയത്താണല്ലോ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് അവള്. ശരി, വായിക്കും. പരമഗതി പുനരവനു, പരമഗതി പുനരവനു നൽകിയ മാല്യവൻ, മാല്യവാൻ. പരമഗതി പുനരവനു നൽകിയ മാല്യവൻ പർവ്വത പാർശ്വേ നടക്കും വിധൗ തഥാ തരണിസുതനോടു സപതി സഖ്യവും ചെയ്തിതു സത്വരം കൊന്നിതു ശക്രസുതനെയും. നൽകി ആ മാല്യവത് എന്നുള്ളത് കവിതയിലെ ആ മാല്യവത് പർവ്വത, ആ മാല്യവത് പർവ്വത എന്ന് പറയുന്നത് ചേർത്ത് അമ്മാല്യവത് പർവ്വതേ. ഒന്ന് ചുരുക്കും അതിന്. അക്കാണായ എന്ന് പറയാം. ആ കാണായ എന്നുള്ള ചേർത്ത് അക്കാണായ, അതിന് ഇരട്ടിക്കും അടുത്ത് വ്യഞ്ജനത്തിന് ഇരട്ടിപ്പ് കൊടുക്കും. ഏതിനോട് ചേർക്കുന്നുവോ ആ വ്യഞ്ജനത്തിന് ഇരട്ടിക്കും. അമ്മഹാൻ എന്നൊക്കെ പറയും. ആ മഹാൻ, അമ്മഹാൻ എന്നൊക്കെ പറയും. അതുപോലെ ഇവിടെ ശരി. തരണിതനയനുമത കവീന്ദ്രനായി വന്നിതു തത്പ്രത്യുപകാരമാശു സുഗ്രീവനും കവിവരരവിരവിനോടു നാലു ദിക്കിങ്കലും കണ്ടുവരുവാനയച്ചോരനന്തരം. തരണിതനയനുമത കവീന്ദ്രനായി വന്നിതു തൽപ്രത്യുപകാരമാശു സുഗ്രീവനും കപിവരരവിരവിനോടു നാലു ദിക്കിങ്കലും കണ്ടുവരുവാനയച്ചോരനന്തരം. തരണിസുതൻ, തരണിതനയൻ സൂര്യപുത്രനായ സുഗ്രീവൻ അഥ കവീന്ദ്രനായി വന്നിതു, കവികളുടെ രാജാവായി അവരോധിക്കപ്പെട്ടു. കവീന്ദ്രനായി വന്നിതു തത്പ്രത്യുപകാരം, അതിന് പ്രത്യുപകാരമായിട്ട് ആശു സുഗ്രീവനും കവിവരരെ വാനരശ്രേഷ്ഠരെ വിരവിനോട് നാലു ദിക്കിങ്കലും കണ്ടുവരുവാൻ അയച്ചോരനന്തരം. കണ്ടുവരുവാൻ അയച്ച ഒരു അനന്തരം എന്നൊക്കെയാണ് വാക്ക്. പക്ഷേ അതൊക്കെ ഒരു ഒന്നിച്ചൊരർത്ഥം ഇങ്ങനെ പറയാനേ പറ്റുള്ളൂ നമുക്ക്. കണ്ടുവരുവാൻ അയച്ചതിന് ശേഷം, അയച്ചതിനെ തുടർന്ന് പുനഃ അവരിൽ ഒരുവൻ അഹം അത്ര വന്നിടിനേൻ. പുനഃ പറയൂ. അവരിൽ ഒരുവൻ അഹം അത്ര വന്നിടിനേൻ. കവിവരന്മാരെ അയച്ചുല്ലോ. അവരിൽ ഒരുവനായ ഞാൻ അത്ര ഇവിടെ വന്നിടിനേൻ. ആ വന്നവനാണ് ഞാൻ എന്ന് പറയുന്നു ഇവിടെ. പുനരവരിൽ ഒരുവൻ അഹം അത്ര വന്നിടിനേൻ.
ഇതെങ്ങനെ വരാൻ ഇവിടെ എങ്ങനെ വരാനിടയായി എന്നാണെങ്കിൽ പുണ്യവാനായ സമ്പാദിതൻ വാക്കിനാൻ, പുണ്യവാനായ സമ്പാദിയുടെ വാക്കനുസരിച്ച് ഇവിടെ വന്നു. സീത ഇവിടെ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത് എന്നുള്ളത് സൂചിപ്പിച്ച് സമ്പാദിയുടെ വാക്കനുസരിച്ചിട്ട് ഞാൻ ഇവിടെ വന്നു. എങ്ങനെ വന്നു? സംശയം വരുമല്ലോ. അപ്പോൾ ജലധിയുമൊരു ശതകയോജനാവിസ്തൃതം, 100 യോജന വിസ്തൃതമായ ജലനിധിയെ, ആ സമുദ്രത്തെയും ചെമ്മേ, നല്ല പോലെ പെട്ടെന്ന് ചെമ്മേ ഒരു വാക്യാലങ്കാരമാണ്. നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഇതുപോലെ കുറെ വാക്കുകൾ ഇങ്ങനെ കടന്നു വരും. കുതിച്ചു ചാടി കടന്നീടിനേൻ, ഞാൻ അങ്ങനെ സമുദ്രം തരണം ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത്. എന്നിട്ട് രജനി ചരപുരിയിൽ മുഴുവൻ തിരഞ്ഞേനഹം, രാത്രി ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ തിരഞ്ഞു നടക്കലുണ്ടായി രാത്രിയിൽ. അത്ര എന്നിട്ട് അവസാനം താതാനുഗ്രഹവശാൽ, എൻ്റെ അച്ഛൻ്റെ അനുഗ്രഹം കാരണം, എൻ്റെ അച്ഛൻ്റെ അനുഗ്രഹത്തോടുകൂടി, അച്ഛൻ അനുഗ്രഹിച്ചത് കാരണം, അച്ഛൻ വായുവാണ്, താൻ വായുപുത്രനാണ്, നമുക്ക് അറിയില്ല, സീതയ്ക്ക് അറിയില്ല എന്നാലും പറയുന്നുണ്ട് അദ്ദേഹം മാത്രം. അച്ഛൻ്റെ അനുഗ്രഹവശാൽ തരുനികരവരം അരിയ ശിംശപാവൃക്ഷവും തന്മൂലദേശേ ഭവതിയെയും മുതാ കനിവിനോട് കണ്ട് കൃതാർത്ഥനായേനഹം. തരുനികരവരം, തരുനികരം അനവധി വൃക്ഷങ്ങൾ, തരു സമൂഹം, തരുവൃക്ഷം, നികരം സമൂഹം, വൃക്ഷസമൂഹങ്ങളിൽ വെച്ച് വിശിഷ്ടമായ, വരം എന്നുള്ള വാക്കിന് വിശിഷ്ടം എന്നർത്ഥം. തരുനികരപരമായ അരിയ, ഈ അരിയ എന്നുള്ള വാക്കിനും ഇതിൻ്റെ അർത്ഥം, അരിയ എന്ന് പറഞ്ഞാൽ നല്ലത്, അരിയ, അരുമ, അരിമ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അരുമ നന്മയാണത്. അരിയ നല്ല. ശിംശപാവൃക്ഷവും ഞാൻ കാണാനിടയായി. തന്മൂലദേശി, അതിൻ്റെ മൂലദേശത്തിൽ ഭവതിയെയും മുതാ, സന്തോഷത്തോടെ കനിവിനോടു കണ്ടു, മനസ്സിനൊരു ഇതോടു കൂടിയിട്ട് സന്തോഷത്തോടെ ഞാൻ കണ്ടു. കൃതാർത്ഥനായേനഹം, ഞാൻ കൃതാർത്ഥനായി. എന്താണ് കൃതാർത്ഥതയ്ക്ക് കാരണം? കാമലാഭ കൃതകൃത്യനായിടിനേൻ, കാമലാഭ ആഗ്രഹിച്ചത് നേടിയല്ലോ, അതുകൊണ്ട് ഞാൻ കൃതകൃത്യനായി തീർന്നു എന്ന് പറയുന്നു. ഭഗവദനുചരരിൽ അഹം അഗ്രേസരൻ. ഇപ്പോൾ ഞാൻ, എൻ്റെ അവസ്ഥ എന്താണ്? ഇപ്പോൾ ഭഗവദനുചരന്മാരിൽ, ഭഗവാൻ എന്നുള്ള ശ്രീരാമനെ ഉദ്ദേശിച്ച് പറയുന്നു, ഭഗവാൻ തന്നെ ശ്രീരാമനായിട്ട് അവതരിച്ചതാണെന്നുള്ള അറിവോടുകൂടി പറയുന്ന പോലെയാണ് ഹനുമാൻ ഇവിടെ പറയുന്നത്. ഭഗവാന്റെ അനുചരരിൽ അഹം, ഞാൻ അഗ്രേസരൻ, ഏറ്റവും മുന്നിൽ നടക്കുന്നവനാണ് അഗ്രേസരൻ, മുന്നിൽ നടക്കുന്നവൻ. ഭഗവത് അനുചരരിൽ അഹം അഗ്രേസരൻ. ഇപ്പം ഞാൻ ഭഗവത് ഭക്തന്മാരിൽ ഒന്നാമനായി ഇതോടുകൂടിയിട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ സ്വയം പറയാണ്, ഞാൻ ഏറ്റവും വലിയ ഭഗവത് ഭക്തനാണ്, അങ്ങനെ അർത്ഥം പറയാം. എന്തായാലും ഭഗവത് ഭക്തന്മാരുടെ മുന്നിൽ കൂട്ടത്തിൽ എനിക്കൊരു പ്രഥമ സ്ഥാനം കിട്ടി ഇപ്പോൾ സീതയെ കണ്ടതോടുകൂടി. അതായിരിക്കും ഭംഗിയുണ്ട് ഇവിടെ, അതായിരിക്കും ഭഗവത് അനുചരരിൽ അഹം അഗ്രേസരൻ. മമ ഭാഗ്യം, എൻ്റെ ഭാഗ്യം, മമ എൻ്റെ ഭാഗ്യം, അഹോ മമ ഭാഗ്യം എന്ന് പറഞ്ഞ് നമോസ്തുതേ എന്ന് സീതയെ നമസ്കരിച്ച് പറയുന്നു. ഭാഗ്യമഹോ മമ ഭാഗ്യം നമോസ്തുതേ. വായിച്ചിട്ട് അർത്ഥം പറഞ്ഞാൽ മതിയോ? വായിച്ചിട്ട് അർത്ഥം പറയാം. അല്ല, അങ്ങനെ അർത്ഥം പറഞ്ഞിട്ട് വായിക്കാം, സമയമില്ല, 5 മിനിറ്റുള്ളൂ. പ്ലവകുലപരനിധി പറഞ്ഞടങ്ങിയിടിനാൻ, പിന്നെ ഇളകാതിരുന്നാൻ അരക്ഷണം. ഇതൊക്കെ വളരെ സിമ്പിളാണ്. പ്ലവകുലപരൻ, പ്ലവകങ്ങള് പാലകന്മാര്, അവരുടെ കുലത്തിൽ ശ്രേഷ്ഠനായ ഹനുമാൻ. പ്ലവകുലപരൻ, വാനരശ്രേഷ്ഠനായ ഹനുമാൻ ഇപ്രകാരം പറഞ്ഞ് അടങ്ങിയിടിനാൻ, പറഞ്ഞ് അവസാനിപ്പിച്ചു എന്നർത്ഥത്തില്. പ്ലവകുലപരൻ പറഞ്ഞടങ്ങിയിടിനാൻ, പിന്നെ ഇളകാതിരുന്നാൻ അരക്ഷണം. ഇപ്പൊ സമയത്ത് സീതയുടെ ചിന്ത പറയാണ്. കിമിതി രഘുകുലവര ചരിത്രം ക്രമേണമേ കീർത്തിച്ചിതാകാശമാർഗേ മനോഹരം. സീത ആലോചിക്കണം, രഘുകുലവര ചരിത്രം, രഘുകുലവരന്റെ, ശ്രീരാമന്റെ, രഘുകുലത്തിൽ ശ്രേഷ്ഠനായ ശ്രീരാമന്റെ ചരിത്രം ക്രമേണ എന്ന് പറഞ്ഞാൽ ദശരഥൻ തുടങ്ങി
പിന്നീട് ഉണ്ടായ സംഭവങ്ങളൊക്കെ ക്രമേണ മുഴുവൻ അടുക്കും ചിട്ടയായിട്ട് ഇങ്ങനെ എനിക്ക് കീർത്തിച്ചിതു പ്രകീർത്തിച്ചു. ഇവിടെ പാടിക്കേട്ടു ഞാൻ, അത് പറഞ്ഞു കേട്ടു ഞാൻ. ആകാശമാർഗേ, ഇത് എവിടുന്നാ വരണമെന്നറിയില്ല, ആകാശത്തു നിന്നാണ് ഇത് കേട്ടത്. ഇത് മനോഹരം, അതിമനോഹരമായിട്ട് ഇങ്ങനെ കിമിതി കീർത്തിച്ചത്. എന്താണ് ഇങ്ങനെ പറഞ്ഞത്? അശരീരിയായിരിക്കും എന്നുള്ള ഭാവത്തിലാണ് ചോദിക്കുന്നത്. കിം ഇതി, അല്ലെങ്കിൽ എന്താ ഇങ്ങനെ കീർത്തിച്ച് കേട്ടത്, അങ്ങനെ അർത്ഥം പറയാം. അല്ലെങ്കിൽ ഏത് ഭൂതമാണ്, ഏത് ശക്തിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അർത്ഥത്തിൽ അശരീരിയായിരിക്കും എന്നുള്ള ഭാവത്തിൽ അങ്ങനെ പറയേണ്ടി വരും അർത്ഥം പറയുമ്പോൾ. അങ്ങനെ കിമിതി കീർത്തിച്ചിതു, കിം എന്താണ് ഇങ്ങനെ രഘുകുലവരന്റെ ചരിത്രത്തെ കീർത്തിച്ചത് എന്ന് പറയാം. അല്ലെങ്കിൽ എന്താ ഇങ്ങനെ കീർത്തിച്ച് കേട്ടത്, അങ്ങനെ അർത്ഥം പറയാം. രണ്ടും ഒരുപോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. കിമിതി എന്താണിങ്ങനെ തുടങ്ങിയാൽ രഘുകുലവര ചരിത്രം ക്രമേണ കീർത്തിച്ചത് ആകാശമാർഗേ മനോഹരം. പിന്നെ ഒരു സംശയം പറയാണ്, പവനൻ ഒരു കൃപയോട് പറഞ്ഞു കേൾപ്പിക്കയോ? കാറ്റാണോ ഇങ്ങനെ ഈ ശബ്ദരൂപത്തിൽ എന്നെ പറഞ്ഞു കേൾപ്പിച്ചത്? പവനൻ ഒരു കൃപയോട് പറഞ്ഞു കേൾപ്പിക്കയോ എന്ന് ഒരു സമാധാനിപ്പിക്കാനായിട്ട് വായു എന്നോട് ഇങ്ങനെ വാക്കുകളായിട്ട് പറഞ്ഞതാണോ? അതോ പാപിയാമിനോട്? അങ്ങനെ ആവാൻ വഴിയില്ല, ഞാൻ മഹാപാപിയാണ്, പാപം ചെയ്തിട്ടുള്ളവളാണ് എനിക്ക്. എൻ്റെ മാനസഭ്രാന്തിയോ, പാപിയാമിനുടെ മാനസഭ്രാന്തിയോ, അതേ ആവാൻ വഴിയുള്ളൂ. എന്നുവെച്ചാൽ സ്വപ്നത്തിൽ സ്വപ്നം കണ്ടതാവാൻ വഴിയില്ല. ഇതാണെങ്കിൽ അതാണ് പറയുന്നത് അടുത്തതിൽ. സുചിരതരം ഒരു പൊഴുതുറങ്ങാതെ ഞാനിഹ. സുചിരതരം ഒരുപാട് കാലമായി ഒരു പൊഴുതും ഉറങ്ങാതെ ഞാനിങ്ങനെ കഴിച്ചു കൂട്ടുന്നു. ഞാനിഹ സ്വപ്നമോ കാണാൻ അവകാശമില്ലല്ലോ. സ്വപ്നം കാണാനുള്ള സന്ദർഭമേ ഇല്ലല്ലോ. അവകാശം എന്ന് പറഞ്ഞാൽ ഇട എന്ന് പറയില്ലേ, കാണാൻ ഇടയായി. ഇട എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ഇട, അതേ അർത്ഥം തന്നെയാണ് അവകാശം എന്നുള്ള വാക്കിൽ. സംസ്കൃതത്തിൽ അവകാശം എന്ന് പറഞ്ഞാൽ ഓക്യുപ്പൈ ചെയ്യാനുള്ള ഒരു സ്ഥലം, അതിനാണ് അവകാശം എന്ന് പറയാം. അപ്പോൾ കാണാനിടയില്ലല്ലോ, അതേ അർത്ഥത്തിലാണ് ഇവിടെ. കാണാൻ അവകാശമില്ലല്ലോ, അവകാശം എന്നുള്ള വാക്കിന് ഇതാണ് അർത്ഥം. ഇട, കാണാനിട ഇല്ലല്ലോ. സരസതര പരിചരിതമാശു കർണാമൃതം. സരസതരം അത്യധികം സന്തോഷം തരുന്നതായ ഈ പതിചരിതം, ഭർത്താവിൻ്റെ ഈ ചരിത്രം വളരെ സരസമായ വിധം വർണ്ണിച്ച് കേട്ടു ഞാനിവിടെ. അത് ആശു കർണാമൃതം, ചെവിക്ക് അമൃത് പോലെ ഇരിക്കുന്നു. കർണാമൃതം, ഈ പറഞ്ഞു കേട്ടതൊക്കെ സത്യമായി വന്നിതാവൂമവ ദൈവമേ, ഇതൊക്കെ സത്യമായി ഭവിക്കണമേ, പ്രാർത്ഥിക്കണം സീത. ഒരു പുരുഷനിതു മമ പറഞ്ഞുവെന്നാകിൽ, ഒരാളാണ് ഇതിങ്ങനെ പറഞ്ഞത് എന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള അത്യുത്തമൻ, മഹായോഗ്യനാണ് അവൻ, സംശയമൊന്നുമില്ല. അത്യുത്തമൻ മുൻപിൽ കാണായി വരേണമേ, എൻ്റെ മുന്നിൽ വന്ന് എനിക്ക് കാണാനാകണമേ. ആ ആള് ഇപ്പോൾ എൻ്റെ മുന്നിൽ ഒന്ന് വന്നാൽ കൊള്ളാം എന്നുള്ള മെസ്സേജ് കൊടുക്കണം. ഒരു പുരുഷനിതു മമ പറഞ്ഞുവെന്നാകിൽ അത്യുത്തമൻ മുൻപിൽ കാണായി വരേണമേ എന്ന് പറഞ്ഞ സമയത്ത് ജനകനൃപദുഹി ത്രിവചനം കേട്ടു മാരുതി. ജനകനൃപദുഹി ത്രിവചനം, സീതയുടെ വാക്കിനെ കേട്ട് മാരുതി ജാതമോദം, സന്തോഷായി ഹനുമാന് മന്ദമന്ദം ഇറങ്ങിനാൻ. എന്നിട്ട് വിനയമോടും അവനി മകൾ ചരണനളിനാന്തികെ വീണു നമസ്കരിച്ചാൻ ഭക്തിപൂർവകം. തൊഴുത് ചെറുതകലെ അവൻ ആശു നിന്നീടിനാൻ. തൊഴുത് ചെറുതകലെ, അല്പമകലെ, അവൻ ആശു നിന്നീടിനാൻ. തുഷ്ടിയാ, മുഖത്ത് പ്രസന്ന ഭാവത്തോടുകൂടി തൊഴുതു നിന്നു അവിടെ. എങ്ങനെ? കളവിംഗതുല്യ ശരീരനായി. കളവിംഗം എന്നുള്ളത് ഒരു പക്ഷിയുടെ പേരാണ്. കളവിംഗം ഇതൊരു പക്ഷിയുടെ പേരാണ്. അതിന് തുല്യ ശരീരനായി, അത്ര ചെറിയ ശരീരത്തോടു കൂടിയാണ് ആ ഹനുമാൻ അവിടെ വന്ന് നിന്നത്. മുഴുവൻ ആൾ രൂപത്തിലല്ല എന്നർത്ഥം.
കളവിങ്കതുല്യ ശരീരനായി. നന്ന ചെറിയൊരു ശരീരത്തോടു കൂടിയിട്ടാണ് സീതയെ തൊഴുതവിടെ നിന്നത്. സീത കണ്ടപ്പോൾ ആദ്യം തന്നെ തോന്നിയത് ഭയമാണ് തോന്നിയത് അവൾക്ക്. രാവണൻ നമ്മളെ കളിപ്പിക്കാനായിട്ട് ഈ ഒരു വേഷത്തിൽ ഇവിടെ വന്ന് നിൽക്കുന്നതാണോ എന്നൊരു സംശയം. ഈ വീട് നിശിചരപതി രാവണൻ തന്നെ വലിമുഖ വേഷമായി, വലിമുഖൻ എന്ന് പറഞ്ഞാൽ വാനരൻ എന്നർത്ഥം. വലിമുഖൻ വാനരന്റെ പര്യായങ്ങളിലൊന്ന് വലിമുഖ വേഷമായി എന്നെ മോഹിപ്പിപ്പതിന് വരികയോ, എന്നെ ചതിക്കാനായിട്ട്, ഇവിടെ മോഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ വഞ്ചിക്കാനായിട്ട് ഇവിടെ വരികയാണോ എന്നൊരു സംശയം. ഈ നിശിചരപതി വലിമുഖ വേഷമായി എന്നെ മോഹിപ്പിപ്പതിനും വരികയോ, ശിവ കിമിതി കിം, ശിവ കിം എന്താണ്, ശിവ എന്താണ്, ഇതി കരുതി എന്ന് ചിന്തിച്ചു മനസ്സിൽ. ആര്? മിഥില നൃപപുത്രി. ഇന്നിങ്ങനെ ചിന്തിച്ചിട്ട് മിഥില നൃപപുത്രി, മിഥിലാധിപനായ ജനകന്റെ പുത്രിയായ മൈഥിലി നമ്മൾ പറയാറില്ലേ, നിമിഥില നൃപപുത്രി മൈഥിലിയും ചേതസി ഭീതി കലർന്നു മരുവീടിനാൾ. മനസ്സിൽ ഭയം പൂണ്ടു, ഭയം വന്നു അവൾക്ക്. ചേതസി ഭീതി കലർന്നു മരുവിനാൾ, ആകെ പേടിച്ച അവസ്ഥയിലായി എന്നർത്ഥം. അപ്പൊ ഹനുമാൻ ഇവൾ ഭയപ്പെട്ട് കുമ്പിട്ടിരിക്കുന്നത് ഹനുമാൻ കണ്ടു. മനസ്സിലായി ഹനുമാൻ പ്രശ്നം എന്താണെന്ന് മനസ്സിലായി. കുസൃതി ദശമുഖനു പെരുത് എന്നു നിരൂപിച്ചു കുമ്പിട്ടിരുന്നത് കണ്ട് സീതാദേവി ഭീതി കലർന്ന് വരുവിനാൾ എന്നിട്ട് വേഗം കുമ്പിട്ടിരിക്കുന്നതും കണ്ടു. കവീന്ദ്രൻ കണ്ടു. സീതയുടെ മനസ്സിലെന്തായിരുന്നു ചിന്ത? ദശമുഖൻ കുസൃതിയാണ്, എന്ത് വേണ്ടാത്ത വഴിയും. ശ്രുതി എന്ന് പറഞ്ഞാൽ വഴി, കുസൃതി വേണ്ടാത്ത പോക്ക്, വഴി എന്നൊക്കെ അർത്ഥം വരും. മാർഗം, ദുർമാർഗി എന്നൊക്കെ അർത്ഥം പറയും. കുസൃതി എന്ത് തൻ്റെ കാര്യം സാധിക്കാനായിട്ട് എന്തു ദുർമാർഗവും സ്വീകരിക്കുന്ന വളഞ്ഞ വഴി എന്നൊക്കെ അർത്ഥം പറയാം. കുസൃതി ദശമുഖന് പെരുത്. അങ്ങനെ ദശമുഖന് പല വിധത്തിലുള്ള ഈ കുസൃതി, ശരിയല്ലാത്ത വഴിയിലുള്ള പോക്ക്, എന്ത് കൃത്രിമം കാണിച്ചാലും കാര്യം നടക്കണം എന്ന് വിചാരിക്കുന്നവനാണ് ദശമുഖൻ എന്ന് നിരൂപിച്ച്, ഇത് ഇയാൾക്ക് വലുതായ കുസൃതിയുണ്ടെന്നുള്ള നിരൂപിച്ച് കുമ്പിട്ടിരുന്നത് കണ്ട് കവീന്ദ്രനും പറഞ്ഞ് സീതാദേവിയോട് അഡ്രസ് ചെയ്ത് അവളോട് സീതാദേവി സംബോധന ചെയ്ത് പറയുകയാണ്. ശരണമിഹ ചരണ സരസിജമഖിലനായികേ, ശങ്കിക്ക വേണ്ട കുറഞ്ഞൊന്നുമെന്നെ നീ. ശരണമ തവ ചരണസരസിജം അഖിലനായികേ, സംബോധന അഖിലനായികേ ചരണസരസിജം ശരണം ഇഹ. ശരണമിഹ ചരണസരസിജം അഖിലനായികേ, സകലർക്കും നായികയായിട്ടുള്ള ലക്ഷ്മി ദേവി എന്നുള്ള അതേ ഭാവത്തിൽ സംസാരിക്കുകയാണ് ഇവിടെ. ശരണമിഹ ചരണസരസിജം അഖിലനായികേ, ശങ്കിക്ക വേണ്ട കുറഞ്ഞൊന്നുമെന്നെ നീ. എന്നെക്കുറിച്ച് നിനക്ക് ഭയമൊട്ടും വേണ്ട, ഭയവും സംശയവും ഒന്നും വേണ്ട. ശങ്കിക്ക കണ്ടർത്ഥം എടുക്കണം നമ്മളിവിടെ. ഭയവും സംശയവും ചേർന്നതാണ് ഇവിടുത്തെ ശങ്കിക്കൽ. ശങ്കിക്ക വേണ്ട കുറഞ്ഞൊന്നും അല്പം പോലും എന്നെ ശങ്കിക്ക വേണ്ട, ശങ്ക വേണ്ട എന്നോട് നേരെ എന്ന് പറയാണ്. തവ സജീവനഹം ഇഹ, നിന്റെ സജീവനാണ് ഞാൻ, നിന്റെ കൂടെയുള്ളവനാണ് ഞാൻ, നിന്നെ സഹായം ചെയ്യുവാൻ വന്നവനാണ് ഞാൻ. സജീവൻ, സഹായം ചെയ്യുന്നവനാണ് സജീവൻ. തവ സജീവനഹമിഹ. പിന്നെ പറയുന്നു തഥാവിധനല്ലവോ, അപ്രകാരമുള്ളവനല്ല ഞാൻ, അപ്രകാരമുള്ളവനല്ല. എന്താണ്? സീതയുടെ മനസ്സിൽ എന്തോ ഒരു ശങ്ക തോന്നിയിട്ടാണോ കുമ്പിട്ടിരുന്നത്. അപ്പോൾ സീത മനസ്സിൽ എന്ത് വിചാരിച്ചിരിക്കുന്നുവോ ആ വിധത്തിലുള്ള ആളല്ല ഞാൻ. നിന്നെ വഞ്ചിക്കാൻ വന്ന, മായാരൂപം ധരിച്ച് വഞ്ചിക്കാൻ വന്ന ആരും അങ്ങനെയൊന്നും അല്ല, ചതിക്കാൻ വന്നവനല്ല ഞാൻ. തഥാവിധന, ഞാൻ അങ്ങനത്തെ ആളൊന്നും അല്ല എന്ന് പറയാറില്ലേ മലയാളത്തിലെ. നമ്മൾ പറയും ഞാൻ അങ്ങനത്തെ ആളൊന്നും അല്ല കേട്ടോ, ഞാൻ നിന്റെ സജീവനാണ്, നിന്നെ സഹായിക്കാൻ വന്നവനാണ്.
തവ സജീവനഹമിഹ തഥാവിധനല്ലഹു ദാസോസ്മി കോസലേന്ദ്രസ്യ രാമസ്യ ഞാൻ. കോസലേന്ദ്രനായ രാമന്റെ ദാസൻ തന്നെയാകുന്നു ഞാൻ. ദാസോസ്മി കോസലേന്ദ്രസ്യ രാമസ്യ ഞാൻ. സുമുഖി സംബോധനയാണ്. സുമുഖി ദീർഘമില്ല, സുമുഖി. കപികുലതിലകനായ സൂര്യാത്മജൻ സുഗ്രീവഭൃത്യൻ ജഗത്പ്രാണനന്ദനൻ. കൂടുതൽ വിവരങ്ങൾ തന്നെ കുറിച്ച് പറയുന്നു. കവികുലതിലകനായ സൂര്യാത്മജൻ സുഗ്രീവൻ, കവികുല ശ്രേഷ്ഠനായ സുഗ്രീവന്റെ ഭൃത്യനാണ് ഞാൻ. സൂര്യാത്മജനായ സുഗ്രീവന്റെ ഭൃത്യനാണ് ഞാൻ. എൻ്റെ അച്ഛൻ വായുവാണ് എന്ന് പറയുന്നു. ജഗത്പ്രാണനന്ദനൻ, ജഗത്പ്രാണൻ വായു ഭഗവാൻ. ജഗത്പ്രാണൻ എന്നുള്ള വാക്ക് വായു ഭഗവാൻ. വായു ഭഗവാന്റെ നന്ദനൻ മകനാണ് ഞാൻ, വായുപുത്രനാകുന്നു ഞാൻ. കപടം ഒരുവരോടും ഒരു പൊഴുതും അറിയുന്നീര കർമ്മണ വാചാ മനസാഭി മാതാവേ എന്ന് പറഞ്ഞ് സീതയെ ആശ്വസിപ്പിച്ചു ഹനുമാൻ. ഇത് നമുക്ക് ആദ്യം തൊട്ട് മുഴുവൻ വായിക്കാം. ഇതിനടുത്തത് ദശമുഖനും അധിക ജളനാശു, ആ ദശമുഖനും അധിക ജളനാശു മണ്ടൂദരി. ദശമുഖനുമധിക ജളനാശു മണ്ടോദരി ദാക്ഷിണ്യ വാക്കുകൾ കേട്ടു സലജ്ജനായി നിശിചരികളോടു സദയം അവനു മുര ചെയ്തിതു. നിങ്ങൾ പറഞ്ഞു വശത്തു വരുത്തുവിൻ ഭയജനക വചനമസുരണ വചനങ്ങളും ഭാവവികാരങ്ങൾ കൊണ്ടും ബഹുവിധം അവനിമകളകതളിരഴിച്ചെങ്കലാക്കുവിനമ്പോടു 2 മാസം പാർപ്പനിന്നിയും. ഇതി രജനിചരികളോടു ദശവദനനും പറഞ്ഞീർഷയോടന്തപുരം ദശവദനനും പറഞ്ഞീർഷ്യയോടന്തപുരം പുട്ടുമേവിനാൻ. അതികഠിന പരുഷധര വചനശരമേൽക്കയാൽ ആത്മാവു ഭേദിച്ചിരുന്നിതു സീതയും. അനുചിതമിതലമലമടങ്ങുവിൻ നിങ്ങളെന്നപ്പോൾ ത്രിജടയുമാശു ചൊല്ലിടിനാൾ. ശൃണുവചനമിതു മമ നിശാചര സ്ത്രീകളെ ശീലാവതിയെ നമസ്കരിച്ചിടുവിൻ. സുഖരഹിത ഹൃദയമൊടുറങ്ങിനേനൊട്ടു ഞാൻ സ്വപ്നമാഹന്ത കണ്ടേനിതാനീം ദൃഢം. അഖില ജഗദധിപനഭിരാമനാം രാമനുമൈരാവതോപരി ലക്ഷ്മണവീരനും ശരനികര പരിപതന ദഹന കണജാലേന ശങ്കാവിഹീനം ദഹിപ്പിച്ചു ലങ്കയും. രണശിരസി ദശമുഖനെ നിഗ്രഹിച്ച ശ്രമം രാക്ഷസരാജ്യം വിഭീഷണനും നൽകി. മഹിഷിയെയും അഴകിനോടു മടിയിൽ വെച്ചാദരാൽ മാനിച്ചു ചെന്നയോധ്യാപുരം മേവിനാൻ. കുലിശധരരിപു ദശമുഖൻ നഗ്നരൂപിയായി ഗോമയമായ മഹാഹ്രദം തന്നിലെ തിലരസവും മുതൽ മുഴുവിനലിപിനൊടണിഞ്ഞുടൻ ധൃത്വാ നളദമാല്യം നിജമൂർധനി. ധൃത്വാ നളദമാല്യം നിജമൂർധനി. നിജ സഹജ സജീവ സുത സൈന്യ സമേതനായി നിർമ്മഗ്നായി കണ്ടു വിസ്മയം തേടിനേ. രജനിചര കുലപതി വിഭീഷണൻ ഭക്തനായി രാമപാദാബ്ജവും സേവിച്ചു മേവിനാൻ. കലുഷതകൾ കളവിനിക രാക്ഷസ സ്ത്രീകളെ കണ്ടുകൊള്ളാമിതു സത്യമത്രേ ദൃഢം. കരുണയൊടു വയമതിനു കതിപയദിനം മുതാ കാത്തുകൊള്ളേണമിവളെ നിരാമയം. രജനിചര യുവതികളതിത്രിജടാവജോരീതി കേട്ടദ്ഭുത ഭീതി പൂണ്ടിടിനാർ. മനസി പരവശതയൊടുറങ്ങിനാരേവരും മാനസേ ദുഃഖം കലർന്നു വൈദേഹിയും. ഉഷസി നിശിചരികളിവരുടലും മമ ഭക്ഷിക്കുമുറ്റവരായിട്ടൊരുത്തരുമില്ലമേ.
മരണമിക വരുവതിനും ഒരു കഴിവു കണ്ടീല മാനവ വീരനുമെന്നെ മറന്നിതു. കളമനിക വിരവിനൊടു ജീവനാമദ്യ ഞാൻ കാകുൽസ്ഥനും കരുണാഹീനനെത്രയും മനസ്സി മുകുരിവ പലതുമൂർത്തു സന്താപേന മന്ദമന്ദമെഴുന്നേറ്റു നിന്നാകുലാൽ തരളതര ഹൃദയമൊടു ഭർത്താരമൂർത്തോർത്തു താണു കിടന്നൊരു ശിംശപാശാഖയും സമയ പരവശ തരളമാലംബ്യ ബാഷ്പവും സന്തതം വാർത്തു വിലാപം തുടങ്ങിനാൾ. പവനസുതനിവ പലവുമാലോക്യ മാനസേ പാർത്തു പതുക്കെ പറഞ്ഞു തുടങ്ങിനാൻ. ജഗതമലനയനവരഗോത്രേ ദശരഥൻ ജാതനായാനവൻ തന്നെ പുത്രരായി രതിരമണ തുല്യരായി 4 പേരുണ്ടിതു. രാമ ഭരത സൗമിത്രി ശത്രുഘ്നന്മാർ രജനിചര കുലനിധന ഹേതുഭൂതൻ പിതൂരാജ്ഞയാ കാനനം തന്നിൽ വാണിടിനാൻ. ജനകനൃപസുതയും അപരജനുമായി സാദരം ജാനകീ ദേവിയെ തത്ര ദശാനനൻ കപടയതിവേഷമായി കട്ടുകൊണ്ടിടിനാൻ. കാണാഞ്ഞു ദുഃഖിച്ചു രാമനും തമ്പിയും വിപിനഭുവി വിരവൊടു തിരഞ്ഞു നടക്കുമ്പോൾ വീണു കീടക്കും ജടായുവിനെ കണ്ടു. പരമഗതി പുനരവനു നൽകിയ മാല്യവൽ പർവ്വത പാർശ്വേ നടക്കും വിധൗ തഥാ തരണി സുതനൊടു സപതി സഖ്യവും ചെയ്തിതു. സത്വരം കൊന്നിതു ശക്രസുതനെയും. തരണി തനയനുമത കവീന്ദ്രനായി വന്നിതു തൽപ്രത്യുപകാരമാശു സുഗ്രീവനും. കപിവരരെ വിരവിനൊടു 4 ദിക്കിങ്കലും കണ്ടുവരുവാനയച്ചോരനന്തരം. പുനരവരിലൊരുവനകമത്ര വന്നിടിനേൻ പുണ്യവാനായ സമ്പാദിതൻ വാക്കിനാൽ. ജലനിധിയും ഒരു ശതകയോജനാ വിസ്തൃതം ചെമ്മേ കുതിച്ചു ചാടിക്കടന്നിടിനേൻ. രജനിചരപുരിയിൽ മുഴുവൻ തിരഞ്ഞേനകം രാത്രിയിലത്ര താതാനുഗ്രഹവശാൽ. തരുനികര വരമരിയ ശിംശപാവൃക്ഷവും തന്മൂലദേശേ ഭവതിയെയും മുതാ കരിവിനൊടു കണ്ടു കൃതാർത്ഥനായേനകം. കാമലാഭാൽ കൃതകൃത്യനായിടിനേൻ. ഭഗവതനു ചരരിലകമഗ്രേസരൻ മമ ഭാഗ്യമാഹോ മമ ഭാഗ്യം നമോസ്തുതേ. പ്ലവകകുലവരനിധി പറഞ്ഞടങ്ങിടിനാൻ. പിന്നെ ഇളകാതിരുന്നാനരക്ഷണം. കിമിതി രഘുകുലവര ചരിത്രം ക്രമേണ മേ കീർത്തിച്ചിതാകാശമാർഗേ മനോഹരം. പവനനോട് കൃപയൊടു പറഞ്ഞു കേൾപ്പിക്കയോ പാപിയാമെന്നുടെ മാനസഭ്രാന്തിയോ. സുചിരതരമൊരു പൊഴുതുറങ്ങാതെ ഞാനിഹ സ്വപ്നമോ കാൺമാനവകാശമില്ലല്ലോ. സരസതരപതി ചരിതമാശു കർണാമൃതം സത്യമായി വന്നിതാവൂ മമ ദൈവമേ. ഒരു പുരുഷനിതു മമ പറഞ്ഞുവെന്നാകിലത്യുത്തമൻ മുമ്പിൽ മേ കാണായി വരേണമേ. ജനകനൃപദുഃഖിതൃവചനം കേട്ടു മാരുതി ജാതമോദം മന്ദമന്ദമിറങ്ങിനാൻ. വിനയമൊടും അവനി മകൾ ചരണനളിനാന്തികെ വീണു നമസ്കരിച്ചാൻ ഭക്തിപൂർവകം. തൊഴുതു ചെറുതകലയവനാശു നിന്നിടിനാൻ. തുഷ്ട്യാ കലപിംഗതുല്യ ശരീരനായി. ഇവിടെ നിശിചരപതി ബലിമുഖവേഷമായി എന്നെ മോഹിപ്പിപ്പതിന്നു വരികയോ. ഇവിടെ നിശിചരപതി ബലിമുഖവേഷമായി എന്നെ മോഹിപ്പിപ്പതിന്നു വരികയോ. ഇവിടെ നിശിചരപതി ബലിമുഖവേഷമായി എന്നെ മോഹിപ്പിപ്പതിന്നു വരികയോ. ശിവ ശിവ
കിമിതി കരുതി മിഥില നൃപപുത്രിയും ചേതസി ഭീതി കലർന്നു മരുവിനാൽ ചേതസി ഭീതി കലർന്നു ചേതസി ഭീതി കലർന്നു മരുവിനാൽ ചേതസി ഭീതി കലർന്നു മരുവിനാൽ കുസൃതി ദശമുഖനു പെരുതെന്നു നിരൂപിച്ചു കുസൃതി ദശമുഖനു പെരുതെന്നു നിരൂപിച്ചു കുമ്പിട്ടിരുന്നതു കണ്ടു കപീന്ദ്രനും ശരണമിക ചരണ സരസിജ മകില നായികെ ശങ്കിക്ക വേണ്ട കുറഞ്ഞൊന്നുമെന്നെ നീ തവ സജീവനഹമിക തഥാവിധാനല്ലവോ ദാസോസ്മി കോസലേന്ദ്രസ്യ രാമസ്യ ഞാൻ സുമുഖി കപികുലതിലകനായ സൂര്യാത്മജൻ സുഗ്രീവഭൃത്യൻ ജഗൽ പ്രാണനന്ദനൻ കപടമൊരുവരോടുമൊരു പൊഴുതുമറിയുന്നീല കർമ്മണാ വാച മനസാ വിമാതാവേ. ഓം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ.